ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി. സർ, അടുത്തൊരു വർഷക്കാലത്തേക്കുള്ള കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ അങ്ങേയറ്റം ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു ബഡ്ജറ്റാണ് നമ്മളിവിടെ അവതരിപ്പിച്ചതും അതിൻ്റെ പ്രാഥമിക ചർച്ച ഇപ്പോൾ പൂർത്തീകരിക്കുന്നത്. സർ, ബഡ്ജറ്റ് ഒരു വർഷത്തേക്കുള്ള കണക്ക് മാത്രമല്ല സർ, അടുത്ത 10, 20, 50, 100 വർഷക്കാലത്തേക്കുള്ള നമ്മുടെ നാടിൻ്റെ ദിശ എങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന രൂപം നൽകുന്ന കാര്യങ്ങൾ കൂടിയാണ് സർ. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നില്ല പ്രതിപക്ഷം എന്നുള്ളതാണ് ദൗർഭാഗ്യവശാൽ ഏറ്റവും സീരിയസ് ആയ കാര്യം. സർ, ഈ ബഡ്ജറ്റ് ആദ്യം അവതരിപ്പിക്കുന്ന സമയത്ത് ബഡ്ജറ്റിൻ്റെ കണക്കുകൾ ഉദ്ധരിച്ച് കൃത്യമായി ചോദ്യങ്ങൾ ചോദിച്ച് ഇതിനകത്ത് ഇന്ന കാര്യങ്ങൾ നടക്കുമോ, ഇതിൻ്റെ വിശ്വാസ്യത എങ്ങനെയാണ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ, ശരിയായ കണക്കാണോ, നടക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിക്കേണ്ടത് ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷവുമാണ്. പ്രതിപക്ഷം ഇതിനകത്തെടുത്തൊരു സമീപനം, ഞങ്ങൾക്ക് ഈ അസംബ്ലി സമ്പ്രദായത്തിലൊന്നും വലിയ വിശ്വാസമില്ല, ജനാധിപത്യപരമായി അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുന്നത് വേറെയാണ്, അത് ജനങ്ങളുടെ ഇടയിലെ പ്രവർത്തനം വഴിയല്ല, കണക്കുകൾ വെച്ചിട്ടല്ല, പാർലമെൻ്ററി സിസ്റ്റം അനുസരിച്ചല്ല എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിട്ടാണ് പോയത്. സർ, ആദ്യ ദിവസം ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ കണക്കുകൾ സംബന്ധിച്ച് കാര്യങ്ങൾ സംബന്ധിച്ച് ഒന്നും വിശദമായി സംസാരിക്കാൻ അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, പത്രസമ്മേളനം നടത്തിയ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയേണ്ടതിന് പകരം അവിടെ പറഞ്ഞത് ഇത് നടപ്പിലാക്കാനുള്ള ബഡ്ജറ്റല്ല, കാരണം ബഡ്ജറ്റ് ഞങ്ങൾ വന്നിട്ട് അവതരിപ്പിച്ചോളാം എന്നാണ്. ബഡ്ജറ്റിനെ സംബന്ധിച്ച് അവർക്ക് തർക്കമൊന്നുമില്ല, വളരെ നല്ല കാര്യമാണ് ബഡ്ജറ്റിൽ, പക്ഷേ ഇത് നടപ്പിലാക്കാൻ പറ്റുമോ, ഇത്രയും കാര്യമുണ്ടോ, ഇതൊരു സ്വപ്ന ബഡ്ജറ്റാണ്, അങ്ങനൊരു ബഡ്ജറ്റ് നടപ്പിലാവാനേ പോകുന്നില്ല, ഇത്രയും വലിയ ബാധ്യത വരുന്ന ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ച, സാധാരണക്കാരുടെ പെൻഷൻ വർദ്ധിപ്പിച്ച, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തൊരു ബഡ്ജറ്റ് നടപ്പിലാക്കാൻ പറ്റുന്നൊന്നുമല്ല, അതുകൊണ്ട് ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചോളാൻ സമീപനമാണ് എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഒരു ധവളപത്രം അവതരിപ്പിക്കണം കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച്, അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുക. സർ, ഒരു ധവളപത്രം അവതരിപ്പിച്ച് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാ അക്കൗണ്ടുകളും നമ്മുടെ കയ്യിലുള്ളപ്പോൾ അത് രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികളും പ്രതിപക്ഷവും MLA-മാരും എന്ന നിലയിലല്ല, സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് അടിസ്ഥാനപരമായി നമ്മുടെ ധനകാര്യ വകുപ്പ്, ബഡ്ജറ്റിൻ്റെ പ്രത്യേക വകുപ്പ്, ആ ബഡ്ജറ്റ് വിങ് തന്നെ കണക്ക് കൂട്ടി 6 മാസമെങ്കിലും കണക്കുകൾ കൂട്ടി താഴെ നിന്നുള്ള എല്ലാ കണക്കുകളും എടുത്ത് ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നൊക്കെ വരുമാനവും ചെലവും പ്രതീക്ഷിക്കുന്നത് നോക്കി തയ്യാറാക്കുന്നതാണ് ബഡ്ജറ്റ്. ആ ബഡ്ജറ്റ് രേഖകൾ വെച്ചിട്ടാണ് സഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകേണ്ട എല്ലാ കാര്യങ്ങളും ഈ ബഡ്ജറ്റ് രേഖകൾ വെച്ചിട്ടാണ് സർ സാധാരണ നമ്മൾ ചെയ്യുന്നത്. ആ ബഡ്ജറ്റ് രേഖകളിൽ നിന്നുള്ള വസ്തുതയും അതിൽ നിന്നുള്ള വ്യത്യാസവും ഒക്കെ C&G ഉൾപ്പെടെ പരിശോധിക്കും. സഭ എന്ന് പറയുന്ന പരമോന്നതമായ ഒരു പദവിയുടെ ഒരു സമിതിയുടെ പ്രത്യേകതകൾ വ്യക്തമാക്കുന്നതാണല്ലോ സാർ. കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനായ ഗവർണർ പ്രഖ്യാപിച്ച നയപ്രഖ്യാപനത്തിൽ സംസ്ഥാന ക്യാബിനറ്റ് അംഗീകരിച്ച നയങ്ങളല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു. പ്രധാനമായും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ, സാമ്പത്തിക ഫെഡറലിസത്തിൻ്റെ കാര്യങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സമീപനം കേന്ദ്രം എടുക്കുന്നു എന്ന കാര്യം നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ചത് വായിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ഗവർണർ തയ്യാറായില്ല. പക്ഷേ ആ ഒരു വാചകം പോലും നമ്മുടെ നിയമസഭയുടെ, ജനങ്ങളുടെ പ്രതിനിധി സഭയുടെ അവകാശത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ സഭാ നേതാവ്, അദ്ദേഹത്തിൻ്റെ ഗവർണറുടെ പ്രസംഗത്തിന് ശേഷം ഈ മൂന്ന് ഭാഗത്തെ ചില ഒമിഷൻസ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നും അത് സഭയുടെ രേഖകളിൽ വേണമെന്നും പറഞ്ഞത്. സാർ, എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് സഭ? അപ്പോൾ ഈ സഭയിൽ വായിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് ഏതൊരു തരത്തിലുള്ള ഇടപെടലിനേക്കാളും വലുത് എന്ന് വ്യക്തമാക്കുന്ന ഇത്തരം സംഭവങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ളൊരു സഭയെ വിശ്വാസത്തിലെടുക്കാതെ പ്രവർത്തിക്കുന്നു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അവർ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നില്ല. സാർ, ഈ സഭയിൽ ഇപ്പുറവും അപ്പുറവും ഇരിക്കുന്ന ആളുകൾ മാറി മാറി വരാറുണ്ട്. പ്രതിപക്ഷവും ഭരണപക്ഷവും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സാർ, പ്രതിപക്ഷത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങളൊരു കാര്യത്തോടെ സഹകരിക്കില്ല എന്ന് പറയുന്നതല്ല, പ്രതിപക്ഷത്ത് ഇരിക്കുക എന്ന് പറയുന്നതും വലിയൊരു ഉത്തരവാദിത്വമാണ് സാർ. വാസ്തവത്തിൽ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടത് പ്രതിപക്ഷമാണ്. സാർ, പ്രതിപക്ഷത്തിൻ്റെ അംഗങ്ങൾ ഇവിടെ, ഞാൻ വളരെ ഗൗരവത്തോടു കൂടി, സാധാരണഗതി പ്രതിപക്ഷമാണ് ഏറ്റവും കൂടുതൽ ശക്തമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്, കണക്കുകൾ ഉന്നയിക്കുന്നത്. അത് ഏതൊരു ഭരണപക്ഷത്തെ സംബന്ധിച്ചും അതിന് മറുപടി കൃത്യമായി ലോജിക്കലായി പറയുക എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്വം. ഞങ്ങൾ പാർലമെൻറ്റിലുണ്ടായിരുന്നപ്പോൾ
ഒരു ചോദ്യം വരുന്നതിന് മുമ്പ് അവിടുത്തെ മന്ത്രിമാരുടെ ആ ചോദ്യത്തെ സംബന്ധിച്ച് എന്തൊക്കെയാണെന്നുള്ളത് അന്വേഷിക്കാൻ ശ്രമിക്കും സാർ. പാർലമെൻറ്റിൽ ഒരു ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് വരുന്ന മറുപടിയും കാര്യങ്ങളും എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് അവിടെ ആ സഭയിലെ വളരെ സീനിയറായ, എനിക്കറിയാം ഗുലാം നബി ആസാദിനെ പോലെ വളരെ സീനിയറായ നേതാവ്, അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ വളരെ സങ്കീർണമായ ചില പ്രശ്നങ്ങളെ സംബന്ധിച്ചൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിപ്പിച്ചെന്നെ സാർ, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിപ്പിച്ചു. നാളെയാണ് ചോദ്യം, പക്ഷെ ഇന്ന് വിളിപ്പിച്ചു. എന്താണ് നിങ്ങൾ ഇതിനകത്തൊക്കെ ഉദ്ദേശിക്കുന്നത് സാർ? ഈ തരത്തിൽ വളരെ വലിയ ഉത്തരവാദിത്തത്തോട് ഹോംവർക്ക് ചെയ്ത് സഭയെ കാണുന്നതാണ് പൊതുസമീപനം സാർ. ഇവിടെ കഴിഞ്ഞ സഭാ സമ്മേളനത്തിൻ്റെ അവസാനം, കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ അവസാനം പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ അനിൽകുമാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ വളരെ ഗൗരവത്തോടുകൂടി ആ കാര്യത്തിന് മറുപടി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു സാർ, ഈ വർഷം ഞങ്ങളുടെ ബഡ്ജറ്റ് 2 ട്രില്യൺ ആവും. 2 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 2 ലക്ഷം കോടി. അപ്പോൾ അദ്ദേഹം എണ്ണിച്ച് പറഞ്ഞു ഇതൊക്കെ വെറും സ്വപ്നമാണ്, നടക്കാൻ പോകുന്നില്ല. കേൾക്കുമ്പോൾ ആൾ വിശ്വസിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു അത്രയും സീരിയസ് ആയി വിമർശനം ഉന്നയിക്കണമെന്ന് ഞാൻ പറയുന്നത്, അതായത് ഇതിലല്ല. എങ്ങനെ 2 ട്രില്യൺ ആവും? അപ്പോൾ ഞാനന്ന് പറഞ്ഞു ഇന്ന കാര്യങ്ങൾക്കുണ്ടാവും, ഞങ്ങൾക്ക് 2 ലക്ഷം കോടി. അത് ഞാൻ ബഡ്ജറ്റ് വെച്ചതിനകത്ത് 1,98,000 കോടിയായിരുന്നു ഏകദേശം തുക സാർ, ആകെ ചെലവ് തരവും. അത് 2 ലക്ഷം ആവുന്നതിനുള്ള കണക്കുകൾ 2,000 കോടിയും കൂടെ അധികം ആവും, യാതൊരു സംശയമില്ല. പക്ഷേ അന്ന് ഞങ്ങൾ പറഞ്ഞ് ശരിയായിരുന്നു എന്ന് തെളിയിക്കാൻ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നേ പറയാൻ എളുപ്പമാണ് സാർ. ഇപ്പോൾ പുറത്തിരുന്നിട്ട് ഇത് കേൾക്കുന്നുണ്ടാവില്ല സാർ. ഈ വർഷം ഞങ്ങൾക്ക് ഏറ്റവും അവസാന സമയത്ത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച 12,000 കോടിയിൽ 6,000 കോടി 5,944 കോടി കേന്ദ്രം കട്ട് ചെയ്തു എന്ന് അങ്ങേക്ക് അറിയാവുന്നതാണ് സാർ. അതിനെതിരെ വലിയ സമരം നമ്മൾ നടത്തി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA മാരും MP മാരും എല്ലാം വലിയ സമരം നടത്തിയല്ലോ ഇവിടെ സാർ. കേരളത്തിൻ്റെ പ്രശ്നമാണ് സാർ. 6,000 കോടി കുറഞ്ഞു. എന്നിട്ടും സാർ സന്തോഷത്തോടെ പറയട്ടെ, ഈ വർഷത്തെ നമ്മുടെ എക്സ്പെൻഡിച്ചർ 1,95,000 കോടിയാവും. അപ്പോൾ കഴിഞ്ഞ തവണ ബഡ്ജറ്റിൽ പ്രതിപക്ഷം ഉന്നയിച്ച സീരിയസ് ആയ കാര്യമാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ സീരിയസ് ആയ കാര്യത്തിന് അതേ സീരിയസ്നോടോടുകൂടി ഞാൻ മറുപടി പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്ന് തെളിയിക്കുന്നതാണല്ലോ കണക്ക്. CAG നോക്കുന്ന കണക്കാണല്ലോ, പ്രാഥമിക കണക്ക് വന്നാണല്ലോ ഞാൻ ഈ പറയുന്നത് സാർ. 1,95,000 കോടി എന്ന് പറഞ്ഞാൽ അന്ന് പ്രതിപക്ഷം പറഞ്ഞതിന് ഒരടിസ്ഥാനമുണ്ട്. ഖജനാവി പൂച്ച വെറ്റ് കിടക്കുകയാണ് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹം പക്ഷേ പറഞ്ഞൊരു കാരണമുണ്ട്. കാര്യം ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ വർഷത്തെ 1,32,000 കോടിയിൽ നിന്ന് ഈ ഗവൺമെൻറ് വന്നതിൻ്റെ ആദ്യ വർഷം നമുക്ക് 1,62,000 കോടിയായിരുന്നു ആകെ ആയത്. അങ്ങനെ ആയ ആ തുകയിൽ ആ ആദ്യത്തെ 3 വർഷം ഒരു സ്റ്റാഗ്നേഷൻ സ്വഭാവം ഉണ്ടായിരുന്നു സാർ. കാരണം കഴിഞ്ഞ 5-6 വർഷക്കാലത്തേക്ക് ധനകാര്യ കമ്മീഷൻ ഒരു വർഷത്തെ ഒരു ഇടക്കാല ഉത്തരവായിരുന്നു 15,000 കോടിയാണ് സാർ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് തന്നത്. അതിനുശേഷമുള്ള 5 വർഷക്കാലത്തേക്ക് 37,000 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് തന്നു. ആ തന്ന പണം അടക്കം ഉപയോഗിച്ചിട്ടുണ്ട് 3 വർഷം കിട്ടിയുള്ളൂ സാർ. 1-ാം വർഷം 19,000, 2-ാം വർഷം 13,000, 3-ാം വർഷം 4,000 കോടി എന്ന നിലയിലാണ് കിട്ടിയത്, പിന്നൊന്നുമില്ല. ആ സമയത്ത് നമുക്ക് തുടങ്ങുന്ന വർഷം 12,000 കോടി നമുക്ക് കോമ്പൻസേഷൻ കിട്ടുമായിരുന്നു സാർ. GST നടപ്പാക്കിയതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിന് വന്ന നഷ്ടം അതും നിർത്തിക്കളഞ്ഞു. മറ്റ് ബോറോയിങ്ങിൻ്റെ കാര്യത്തിലും കുറവ് വന്നു സാർ. ഇതെല്ലാം നിർത്തിയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യത്തെ 3 വർഷം സ്റ്റാഗ്നേഷൻ വന്നു. 1,62,000, ഏകദേശം 1,60,000 കോടിയായിരുന്നു സാർ 3 വർഷവും. പക്ഷേ 4-ാം വർഷം 1,73,000 കോടിയായി നമ്മുടെ ചിലവ്. 5-ാം വർഷം സാർ ഇപ്പോൾ വന്ന പ്രിലിമിനറി കണക്കനുസരിച്ച് 1,93, 1,95,000 കോടിയിലേക്ക് ആ എക്സ്പെൻസ് ഞാൻ പോകുമെന്ന് പറഞ്ഞത് 22,000 കോടി രൂപ ഒറ്റ വർഷം കൊണ്ട് നമ്മുടെ വരുമാനത്തിലും ചെലവിലും വർധന വന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് സാർ. ഞാനിത് പറഞ്ഞത് ഈ വർഷത്തെ ചെലവിൽ വലിയൊരു കുതിപ്പാണുള്ളത് ഈ വർഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തേക്കുന്നതിനകത്ത്. കാരണം ഇതൊക്കെ സഭയിൽ അവർ പറയേണ്ടതാണ്, പക്ഷേ ജനത്തിനോട് പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇത് നടക്കാത്ത സ്വപ്നമാണെന്ന് പറഞ്ഞിട്ടും നടക്കാത്ത ബഡ്ജറ്റാണെന്ന് പറഞ്ഞാണല്ലോ പോയേക്കുന്നത്. അവർ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ വരുന്നില്ല സാർ. കാര്യങ്ങളെപ്പറ്റി ഒരു തർക്കമില്ല. എല്ലാ മേഖലയും ഇത്രയേറെ ടച്ച് ചെയ്ത് സംസാരിച്ച ഒരു ബഡ്ജറ്റ് ഇടതുപക്ഷത്തിന് മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ സാർ. സാർ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമാണ് സാർ, ഒരു കാഴ്ചപ്പാടാണ് സാർ, ഒരു മാനസികാവസ്ഥയാണ് സാർ, ഒരു മാനദണ്ഡങ്ങൾ അധിഷ്ഠിതമായ നിലപാടാണ് സാർ. ഇടതുപക്ഷം ഇപ്പോൾ ഇടതുപക്ഷത്വം ഇല്ല എന്നാണ്. ലെഫ്റ്റിന് ലെഫ്റ്റ് നശിച്ചു, പുള്ളി മാഞ്ഞു പോയി എന്നാണ്. ഞാനാണ് ഇടതുപക്ഷം എന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേട്ടു. അതാണ് അദ്ദേഹം പുറത്തെ പ്രസംഗത്തിലാണ്. എല്ലാം ആണെന്ന് പറയുകയാണ്. ഇടതുപക്ഷത്വം നഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ. ഇന്ത്യയിലെ സാധാരണക്കാരന് ഒരു PSC വഴി അപ്പോയിൻമെൻറ്റ് പോലും കിട്ടാത്ത തരത്തിലേക്ക് PSC ഇല്ലാതാക്കി സാർ. PSC ഇന്ത്യയിലില്ല. UPSC ഞാൻ UPSC വഴി അപ്പോയിൻമെൻ്റ് ഇല്ല. പട്ടാളത്തിൽ പോലും 4 വർഷ കോൺട്രാക്റ്റിനാണ് സാർ ആളെ എടുക്കുന്നത് സാർ.
ഇന്ത്യയിലാകെ നടക്കുന്ന PSC അപ്പോയിൻമെന്റിൽ UPSC PSC അപ്പോയിൻമെന്റിൽ 60%-ലധികം ഈ കേരളത്തിലാണ് സാർ നടക്കുന്നത്. ഇടതുപക്ഷം ഉള്ളതുകൊണ്ടാണ് സാർ. സർക്കാരിൻ്റെ ശമ്പളവും ആനുകൂല്യങ്ങളും പെൻഷനും അവകാശമാണെന്ന് ചിന്തിക്കുന്നതാണ് സാർ ഇടതുപക്ഷം. സാർ, ഈ നാട്ടിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തേ, അവരാദ്യം ഒരു നിയമം കൊണ്ടുവന്നു, 60-40 നേരത്തെ 100% സംസ്ഥാനങ്ങൾ കൊടുക്കുമായിരുന്നു. 60-40 സാധാരണ ഇനി കഴിഞ്ഞ വർഷം ഏകദേശം 1 ലക്ഷം കോടി രൂപയാണ് അവരുടെ ബഡ്ജറ്റ്. 60,000 കോടി വെക്കണം സാർ. ബഡ്ജറ്റിനകത്ത് കഴിഞ്ഞ ദിവസം 1-ാം തീയതി അവതരിപ്പിച്ച ബഡ്ജറ്റിലെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം 88,000 കോടിയായിരുന്നു, ഈ വർഷം വെറും 30,000 കോടിയുള്ളൂ. 88,000 കോടിയായിരുന്നു ഇന്ത്യയിലാകെ, 30,000 കോടിയേ ഈ വർഷത്തെ ബഡ്ജറ്റിലുള്ളൂ. എന്ന് പറഞ്ഞാൽ 58,000 കോടി രൂപ കേന്ദ്ര ബഡ്ജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഇല്ലാതായി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ 70% ഇല്ലാതായി. ഇതാണ് സാർ കേന്ദ്രം. സംസ്ഥാനം എന്താ ചെയ്തത്? ഇതുവരെ തൊഴിലുറപ്പ് പദ്ധതിക്ക് നമ്മൾ പണം വെച്ചിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ചില അപകടമുണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടു. 1000 കോടി രൂപയാണ് സാർ ഈ സംസ്ഥാന ബഡ്ജറ്റിൽ നമ്മൾ വെച്ചത്. 10.5 ലക്ഷം കുടുംബങ്ങൾ, 10-11 ലക്ഷം കുടുംബങ്ങൾ, 9 കോടി തൊഴിൽ ദിനങ്ങൾ, ഓരോ വാർഡിനകത്തും 10, 100, 150 ആള് പണിയെടുക്കുന്ന, ഒരു വർഷം 100 ദിവസം പണിയെടുക്കുന്ന ആ ജോലിയുടെ പേരാണ് സാർ തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതി എന്നത് UPA ഗവൺമെൻറ് ഉള്ള സമയത്ത്, ഇടതുപക്ഷം പിന്തുണ കൊടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് വന്നാൽ സാർ, അന്നു മുതൽ അത് നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കോൺഗ്രസും പണം കുറച്ചായിരുന്നു സാർ. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ വീട്ടിൽ കഞ്ഞി വെക്കാൻ, അവന് അടുപ്പിൽ തീ പകയാനുള്ള സംവിധാനം ഉണ്ടാക്കുന്ന ഒരാശയത്തിൻ്റെ പേരാണ്, ജീവിതം മെച്ചപ്പെടുത്തുന്നതിൻ്റെ പേരാണ് സാർ ഇടതുപക്ഷം. ആ കാര്യം ഞങ്ങൾ പറയുമെന്നുള്ളത് കൊണ്ട് സഭയിൽ ചർച്ചയില്ല, സഭയിൽ ഇരിക്കാൻ തയ്യാറല്ല സാർ. അതുമാത്രമല്ല, ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ എല്ലാ മേഖലയിലും ഹരിതകർമ്മസേനയ്ക്ക്, അവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ വലിയ കാര്യം ചെയ്യുന്നവന്, അവർക്ക് നമ്മൾ ഒരു സോഷ്യൽ സെക്യൂരിറ്റി, ഒരു ഇൻഷുറൻസ് പോലെ പദ്ധതി സാർ. ഓട്ടോറിക്ഷ തൊഴിലാളി 4-5 ലക്ഷം പേര് വരും സാർ. അസംഘടിത മേഖലയിലുള്ള ആളുകളെ പ്രത്യേകം സഹായിക്കണം സാർ. സർക്കാർ സംവിധാനവും പൊതുമേഖലയും മറ്റു മേഖലകളൊക്കെ ഉണ്ട് സാർ. അസംഘടിത മേഖലയിലുള്ളവർ, തൊഴിലാളികൾ, ചെറുകിട വ്യവസായം, ഇതിനെയൊക്കെ സംരക്ഷിക്കണം സാർ. അതിൻ്റെ ഭാഗമായിട്ടാണ് സാർ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ മേഖലയിൽ ഓട്ടോറിക്ഷ, ഇപ്പം പഴയ ഓട്ടോറിക്ഷ മാറ്റി പുതിയ ഓട്ടോറിക്ഷ മേടിക്കണം. ഇലക്ട്രിക് ഓട്ടോറിക്ഷ ആണെങ്കിൽ കുറച്ചുകൂടെ ലാഭകരമാണ്. അപ്പോൾ സ്ക്രാപ്പ് ചെയ്യുന്ന സമയത്ത് 40,000 രൂപ ഒരു വണ്ടിക്ക് സബ്സിഡി കൊടുക്കാൻ തീരുമാനിച്ചു സാർ. അവർക്ക് ആക്സിഡൻറ്റിന് ഒരു ഇൻഷുറൻസ്, ആക്സിഡൻറ്റ് മാത്രമല്ല പൊതു ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് അത് നടത്താൻ തീരുമാനിച്ചു. ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് സാർ. ഈ പാവപ്പെട്ട മനുഷ്യർ, അവർക്ക് സ്റ്റാൻഡിനടുത്ത് ഒരു മിനിമം സൗകര്യം പോലും പലപ്പോഴും ഉണ്ടാകാറില്ല. സ്റ്റാൻഡ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഒരു അത്യാവശ്യം ഇരിക്കാനും ചാർജ് ചെയ്യാനും പറ്റുമെങ്കിൽ നമ്മൾ ആലോചിക്കുന്നത് സോളാറിൽ നിന്ന് തന്നെ പവർ എടുത്തോ അല്ലാതെയോ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുന്ന, ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട് ചാർജ് ചെയ്യാനുള്ള സംവിധാനം അടക്കം ഉണ്ടാക്കണമെന്ന് സാർ. ഇതുവരെ നമ്മുടെ നാട്ടിലങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ചെയ്യുന്നൊരു കാര്യമാണ് സാർ. ഈ നമ്മുടെ നാട്ടിലെ പല തൊഴിലാളികളുണ്ട് സാർ. പ്രധാനമായിട്ട് ഈ ഗിഗ് തൊഴിലാളി എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഓർഡർ ചെയ്താൽ 10 മിനിറ്റിനകത്ത് 15 മിനിറ്റിനകത്ത് ഭക്ഷണം എത്തിക്കുന്ന, ഫുഡ് ഡെലിവറി മറ്റ് സാധനങ്ങൾ എത്തിക്കുന്ന ഗിഗ് തൊഴിലാളികൾ, സൊമാറ്റോ, സ്വിഗ്ഗി, അവരിങ്ങനെ പാഞ്ഞ് നടക്കുന്ന കാണാം സാർ. ഇത് ഡെലിവറി ഇല്ലാത്ത സമയത്ത് വഴി നിൽക്കുകയാണ്. ഇപ്പോൾ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും ധാരാളമുണ്ട്. ജോലിക്ക് പോകുന്നവരും ഇതൊരു എക്സ്ട്രാ ഏണിംഗ് ആയിട്ട് എടുക്കുന്നുണ്ട്. അവർ വഴി വല്ല മരത്തിൻ്റെ കീഴിലോ വെയിൽ കൊള്ളാതെ ഏതെങ്കിലും കടത്തുന്നതിലൊക്കെ കയറിയിരിക്കുന്നവരാണ് സാർ. അവർക്ക് ഒരു ക്ഷേമ പദ്ധതി കൊണ്ടുവരുമെന്ന് മാത്രമല്ല, അവരുടെ കാര്യത്തിനകത്തും പ്രത്യേക പദ്ധതി കൊണ്ടുവരും. അതിൻ്റെ ചില കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് സാർ. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരൻ്റെ ജീവിതം, ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരൻ്റെ ജീവിതം നോക്കുന്നതിന് ഈ മന്ത്രിസഭ വന്ന ആദ്യത്തെ ക്യാബിനറ്റ് തീരുമാനിച്ചത് അതിദാരിദ്ര്യം മുക്തമാക്കുക എന്നുള്ളതാണ്. അതിദാരിദ്ര്യം മുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത് 60,000, 65,000-ഓളം വരുന്ന വീടുകളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുമെന്ന് തീരുമാനിച്ച് ആ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോയി നടക്കാൻ പോവില്ലെന്ന് അന്ന് പ്രതിപക്ഷം പറഞ്ഞു സാർ. ആ 64,000 പേരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കിയെന്ന് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും പ്രമുഖ സംഘടനകൾ, ഞാൻ പറഞ്ഞ ലോകാരോഗ്യ സംഘടനയോ അല്ലെങ്കിൽ UN-ൻ്റെ മറ്റ് ഏജൻസികളോ മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ പോലും ഇത് പറയേണ്ടി വരുന്നു. ചൈന കഴിഞ്ഞാൽ ഒറ്റ സ്ഥലത്തോട് സാർ. ഇങ്ങനെ ചൈനയിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായ ഭരണ സംവിധാനമാണ് സാർ. സാർ, ഇങ്ങനെ നടത്തുന്ന ഒരു സ്ഥലത്ത് ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷമില്ലാത്തത് എന്താണ് സാർ? പ്രതിപക്ഷ നേതാവിന് വേറെ ആരും സംസാരിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞല്ലോ, AP അനിൽകുമാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. രമേശ് ചെന്നിത്തല സാധാരണ അദ്ദേഹം നന്നായിട്ട് ഈ ബഡ്ജറ്റ് സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. ധാരാളം കുറച്ച് നേതാക്കന്മാരുണ്ട് വളരെ സീരിയസ് ആയി തന്നെ സംസാരിക്കുന്നവരാണ് സാർ. ശ്രീ രമേശ് ചെന്നിത്തലയും AP അനിൽകുമാറും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മറ്റുള്ള നേതാക്കന്മാരൊന്നും സംസാരിക്കേണ്ട, ഞാൻ മാത്രം സംസാരിച്ചോളാം എന്നുള്ളതുകൊണ്ടാണോ പുറത്തിറങ്ങി? അതാണോ? അതൊരു സമീപനമാണ് സാർ. സാർ, ഈ ബഡ്ജറ്റിനെ ഇതിനകത്ത് പങ്കെടുത്തുകൊണ്ട് എതിർത്താൽ എന്താണ് സാർ കുഴപ്പം?
ഈ ബഡ്ജറ്റിനകത്ത് ഇതിനകത്തിരുന്നുകൊണ്ട് പങ്കെടുത്ത് എതിർക്കുകയല്ലേ വേണ്ട സാർ? രാവിലെ വന്ന് എങ്ങനെ നടത്താതിരിക്കാൻ പോകും? ഞാനിത് പറഞ്ഞത് ഒരു ബഡ്ജറ്റ് സെഷൻ പൂർണ്ണമായി കലക്കിയ ഇന്ത്യയിലെ ഇത്തരം സംഭവങ്ങൾ വളരെ അപൂർവം. ആദ്യമായിരിക്കും സാർ ഇങ്ങനെ ഇത്രയും സമാധാനപരമായ വേറൊരു പ്രക്ഷോഭത്തിനും അടിസ്ഥാനമില്ലാത്തപ്പോൾ. അല്ലാത്ത പ്രക്ഷോഭമൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഉണ്ടാവാം, ഇങ്ങനെ കലക്കിയിട്ട് പോന്ന് സാർ. അത് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ അവർ സംസാരിക്കേണ്ടി വരുവാണെങ്കിൽ സംസാരിക്കണമായിരുന്നു സാർ. അത് കേന്ദ്ര ബഡ്ജറ്റാണ് സാർ. കേന്ദ്ര ബഡ്ജറ്റിൻ്റെ സാർ, ഞാൻ ഈ സഭയിൽ രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ചു. എൻ്റെ അഭിപ്രായം പറ്റുമെങ്കിൽ വീണ്ടും ഒരു പ്രമേയം കൂടി അവതരിപ്പിക്കേണ്ട സ്ഥിതിയുണ്ട് ഇവിടെ. കാരണം ഇന്നും അവതരിപ്പിച്ചത് കേന്ദ്ര ബഡ്ജറ്റിൻ്റെ സമീപനമാണ് സാർ. ഇന്നലെ ഒപ്പിട്ടതായ വാർത്ത വന്ന അമേരിക്കയുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സാർ, ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കാൻ പോവാണ് സാർ. ഇത് പണ്ട് കോളനി കാലത്തുണ്ടായതിനേക്കാളും വളരെ മോശപ്പെട്ട നിയമങ്ങളാണ് സാർ. നേരത്തെ തന്നെ യൂറോപ്യൻ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ കാര്യം ചർച്ച ചെയ്തപ്പോൾ അന്ന് വന്ന അപകടം, കാർഷിക മേഖലയിലെ സാധനങ്ങൾ യഥേഷ്ടം വരും, പ്രത്യേകിച്ച് പാല് പോലുള്ള സാധനങ്ങൾ വരും. ആസ്ട്രേലിയയിലെ ഒരു വ്യവസായി മലയാളി അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ ഇടയ്ക്ക് വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് അവിടുന്ന് പാലിറക്കുമതി ചെയ്യാൻ സമ്മതിക്കുകയാണെങ്കിൽ 3 വർഷം മുമ്പ് എന്നോട് പറഞ്ഞു 26 രൂപയ്ക്ക് 1 ലിറ്റർ പാൽ ഇവിടെ എത്തിക്കും സാർ. ഇവിടെ ക്ഷീരവികസന വകുപ്പ് എത്രയോ സഹായം ചെയ്യുന്നുണ്ട്. 52ഉം 54 രൂപ നമ്മുടെ കൃഷിക്കാർക്ക് കിട്ടും. ലോക്കലി പാൽ കൊടുത്ത് അതിൽ കൂടുതൽ കിട്ടും. ഏകദേശം അതാ ട്രംപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അവിടുന്ന് ഡയറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ വാണിജ്യ വകുപ്പ് മന്ത്രി ഇന്നലെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം സഭയ്ക്കകത്ത് പറഞ്ഞില്ല, പ്രധാനമന്ത്രി സഭയ്ക്കകത്ത് പറഞ്ഞില്ല. ഇന്ത്യയുടെ കാര്യങ്ങൾ ഇപ്പോൾ അറിയണമെങ്കിൽ ട്രംപിൻ്റെ സാർ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ, ഇപ്പോൾ എക്സ്, അത് നോക്കിയാൽ മതി സാർ. ഇന്ത്യയിലെ കാര്യങ്ങൾ എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് എന്നാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത ഈ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വന്നേക്കുന്ന ഈ കരാർ വഴി ഉണ്ടാകുന്ന അപകടം ബഡ്ജറ്റ് മാത്രമല്ല സാർ, അപകടം ഇന്ത്യയിലെ കാർഷിക മേഖല വലിയ ബുദ്ധിമുട്ടുണ്ടാവും. 18% ആക്കി അതിൻ്റെ റേറ്റ് എന്നുള്ളത് മാത്രമല്ല സാർ, ചില സാധനങ്ങൾ 0 റേറ്റിൽ ഇങ്ങോട്ട് അയക്കും. 0 റേറ്റിൽ ഇന്ത്യക്കകത്തേക്ക് സാധനങ്ങൾ അയച്ചാൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന് ഒരു 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 നികുതി ഇല്ലെങ്കിൽ എന്താവും സാർ സ്ഥിതി? ഭക്ഷ്യസാധനങ്ങൾ ഇവിടുന്ന്, പ്രത്യേകിച്ച് നമുക്ക് കേരളത്തെ സംബന്ധിച്ച് മത്സ്യവും കശുവണ്ടിയും കയറും മറ്റുൽപ്പന്നങ്ങളും ഒക്കെ നമ്മൾ അയക്കുന്നതാണ്. അതിനെയൊക്കെ ബാധിക്കും സാർ. സാർ, ഇത് അപകടകരമായ സ്ഥിതിയാണ്. ഈ ഒരു സ്ഥിതിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കണം. അത് ഇന്ത്യൻ പാർലമെൻറ്റിൽ പോലും പറയാൻ പ്രധാനമന്ത്രിയും മറ്റുത്തരവാദിത്ത പീയൂഷ് ഗോയലും പോലുള്ള ആളുകൾ പോലും തയ്യാറാവുന്നില്ല. എന്തോ വലിയ കാര്യം ചെയ്യുന്നതാണ്. അതിനനുസരിച്ച് ഒത്തിരി കഥകൾ വരുന്നുണ്ട്, ഒത്തിരി വിവാദങ്ങൾ വരുന്നുണ്ട്. എങ്ങനെ കമ്പനി ജയിച്ചതാണെന്നുള്ള കാര്യങ്ങൾ വലിയ ചില ഗോസിപ്പുകൾ വരുന്നുണ്ട്. പത്രങ്ങൾ, ഇംഗ്ലീഷ് പത്രങ്ങളിലും മറ്റു പത്രങ്ങളിലും വരുന്നുണ്ട് സാർ. അതുകൂടെ ബന്ധപ്പെട്ട് വേണം ഇന്ത്യൻ ബഡ്ജറ്റിനെ നോക്കാൻ. നമ്മളിവിടെ 2,39,000 കോടി രൂപ വരവും ചെലവുമുള്ളൊരു ബഡ്ജറ്റാണ് കേരളത്തിൽ അവതരിപ്പിച്ചത്. സാധാരണഗതിയേക്കാളും വലിയൊരു ജമ്പ്. സാധാരണ ആ ജമ്പ് വരുന്നതിന് ഒരു അടിസ്ഥാനമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, വെറുതെ ഒരു കണക്കെഴുതി വെച്ചാലോ സാർ. ധനകാര്യ കമ്മീഷനുകൾ എപ്പോൾ വരുമ്പോഴും ഓരോ 5 വർഷത്തിലും വരുന്ന ധനകാര്യ കമ്മീഷനിൽ നല്ലൊരു ഇൻക്രീസ്, 30% ഇൻക്രീസ് വരാറുണ്ട്. അതിനകത്ത് നമ്മുടെ കിട്ടുന്ന തുക ഡെഫിസിറ്റ് ഗ്രാൻഡ് മറ്റും വരും. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞല്ലോ 20,000-25,000 കോടി ഒറ്റ വർഷം കൊണ്ട് നമുക്ക് വർധന വന്നു സാധാരണ വർഷത്തിൽ തന്നെ. അപ്പോൾ ഈ വർഷം ആ ഒരു 30-35,000 കോടി വരത്തക്ക വിധത്തിലുള്ള കണക്കാണ് നമ്മൾ വെച്ചേക്കുന്നത്. അതിനകത്ത് പ്രതീക്ഷിച്ചതിനേക്കാളും കൂടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് തരുന്നില്ല. എങ്കിലും വളരെ ഉത്തരവാദിത്തോടെ ഞാൻ പറയുന്നത് ഇതെല്ലാം കൃത്യമായി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കണക്ക് നോക്കി തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇവിടെ വെച്ചേക്കുന്ന ബഡ്ജറ്റ് കൃത്യമായി ഏറ്റവും വലിയ ഉത്തരവാദിത്വം വരുന്ന സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ വർധനയും DAയും ശമ്പള പരിഷ്കരണവും പെൻഷൻകാരുടെ DR വർധന അടക്കമുള്ള കാര്യങ്ങളാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം വരുന്നത്. അതുൾപ്പെടെ കൃത്യമായി നടത്താൻ പറ്റുന്ന തരത്തിലേക്ക് സാമ്പത്തിക കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് സാർ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചേക്കുന്നത്. അത് ചെയ്യാൻ പറ്റും, ഒരാശങ്കയും വേണ്ട. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് നോക്കണം സാർ. അവരുടെ ആകെ ബഡ്ജറ്റിനകത്ത് വന്നേക്കുന്ന വരുമാന വർധന 1 ലക്ഷം കോടിയുടെ വർധനയുണ്ട് സാർ. എന്ന് പറഞ്ഞാൽ 38 ലക്ഷം കോടിയെ പറ്റുവാണ് അവരുടെ കഴിഞ്ഞ വർഷത്തെ വരുമാനം. ഇപ്പം അത് 39 ലക്ഷം കോടിയാവുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടിയെ വർദ്ധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 3% ഉള്ളൂ ഇൻക്രീസ്. സാധാരണ 3% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി ചിലപ്പോൾ അത് വരണമെന്നില്ല. ഫലത്തിൽ കഴിഞ്ഞ വർഷത്തെ അതേ റവന്യൂ തന്നെയായിരിക്കും കേന്ദ്ര ഗവൺമെൻറ് എന്ന് വന്നാൽ പ്രാക്ടിക്കലി സാധാരണഗതിയിൽ വിലക്കയറ്റത്തിൻ്റെയും കൂടെ കാര്യം കൺസിഡർ ചെയ്യാൻ നെഗറ്റീവാകും. ഇന്ത്യൻ നികുതി നെഗറ്റീവാകും. കാരണം ഇപ്പോൾ ഈ GST പരിഷ്കാരം ട്രംപിൻ്റെ ഒക്കെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് അവർ റീസ്ട്രക്ചർ ചെയ്തു. അന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ് ഇത് അപകടമാണ്. അപ്പോൾ ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു അമേരിക്കൻ പാർലമെൻറ്റിലാണെന്ന്, അമേരിക്കൻ കോൺഗ്രസ്സിലാണെന്ന് തോന്നുന്നു, ഇന്ത്യ ആൻഡ് റഷ്യ ആർ ബാഡ് എക്കണോമീസ് ബിക്കോസ് ദിയർ ടാക്സ് റേറ്റ് ഈസ് വെരി ബാഡ് എന്നങ്ങാണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ടാക്സ് അദ്ദേഹം ഉദ്ദേശിച്ചത്, താരിഫല്ല. താരിഫ് ജനറലി ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ടാണ് സാർ. ഇന്ത്യക്കകത്തുള്ള താരിഫ് ഇവിടെ 28%, 40% ഒക്കെ ഉണ്ട്. പുകയിലെ ഐറ്റങ്ങൾക്കൊക്കെ 40 കൂടുതലാണ്.
പല ലക്ഷലേറ്റത്തിന് 28, ഇത് മുഴുവൻ കുറയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മൂന്ന് ഇതാക്കി. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുറവ് എത്ര മതിയോ, കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാനങ്ങൾ കൂടെ സാർ 2,32,000 രൂപ അതിന് മുമ്പ് കിട്ടിയ, ഒരു മാസം കിട്ടിയ ടാക്സ്, ഇന്ത്യയിലാകെ GST കിട്ടിയത് ആ 2,32,000 നിന്നും 1,70,000 കുറഞ്ഞു. ഒറ്റ മാസം 60,000 കോടി ഒറ്റ മാസം കുറഞ്ഞു. എങ്ങനെയാണ് സാർ തൊഴിലുറപ്പ് പദ്ധതിക്ക് പൈസ വെക്കാൻ പറ്റുക? 60,000 ഒരു മാസം കുറഞ്ഞെന്ന് പറഞ്ഞാൽ 1 ലക്ഷം, 6 ലക്ഷം, 7 ലക്ഷം കോടി കുറഞ്ഞില്ലേ? ഈ പരിഷ്കാരം വഴി അമേരിക്ക പറഞ്ഞനുസരിച്ച് വളരെ ഗുരുതരമാണ്. ഈ വെച്ചേക്കുന്ന CSS ഒക്കെ സെൻറ്റർ വെച്ചേക്കുന്ന ഒന്നും സംസ്ഥാനങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് കണ്ടറിയണം. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും നമുക്ക് divisive പൂളിൽ നിന്ന് വെക്കുന്ന പൈസ അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഗഡു മിക്കവാറും അല്പം അധികം കിട്ടാറുണ്ട്. കഴിഞ്ഞ വർഷം അവർ വെച്ച ഗഡു 27,000 കോടിക്ക് അടുത്താണ് നമുക്ക് കിട്ടേണ്ടത്. അതിനകത്ത് പക്ഷേ ഇപ്പം ഫലത്തിൽ 565 കോടി അതിൽ നിന്ന് കുറയുമെന്ന് പറഞ്ഞു. സാധാരണ കഴിഞ്ഞ 4 വർഷത്തെ എൻ്റെ അനുഭവം വെച്ചിട്ട് അവർ വെക്കുന്ന കണക്കിൽ നിന്ന് ഒരു 2,000-2,500 കോടി അധികം കിട്ടുന്നതാണ് സാർ. ഇപ്രാവശ്യം അത് കുറയുകയാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് തന്നെ വല്ലാത്തൊരു സാമ്പത്തികമായ ഒരു റിസഷനിലേക്ക് പോകുന്ന അവസ്ഥയാണ്. ഇത് ലോകത്താകെ ഉണ്ടാകുന്നൊരു സ്ഥിതിയാണ്. ലോകത്താകെയുള്ളൊരു സാമ്പത്തികമായിട്ടുള്ള റിസഷനും അത്തരം ഘട്ടങ്ങളും എല്ലാം വരുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമാണ് സാർ. ഇത്തരം ഒരു കാര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സംസ്ഥാനത്തെ ആലോചിക്കുന്നത്. ഇവിടെ ആരെങ്കിലും നടത്തിക്കൊടുക്കുന്ന ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം നടത്തുന്ന നുണപ്രചരണവും ചക്കളത്തി പോരാട്ടവും അല്ല. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ, എല്ലാവർക്കും ഐക്യത്തോടു കൂടി പോകണമെങ്കിൽ, കേരളത്തിലെ ജനങ്ങളെ ആകെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന സാമ്പത്തിക സമീപനവും ഭരണ സമീപനവും വേണം. അല്ലാതെ നുണ പറയുന്നതിന് അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ ചെയ്യില്ല. അത് നേരിട്ട് ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം വന്നില്ല എന്നുള്ള കാര്യമാണ് സാർ ഞാൻ പറഞ്ഞത്. സാർ, ഈ സഭയിൽ ധാരാളം കാര്യങ്ങൾ നമ്മുടെ മെമ്പർമാർ ചർച്ച ചെയ്തു. നമ്മുടെ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ ഓരോന്നും ഞാൻ പറയുന്നില്ല സാർ. സാർ, ഞാനിത് ഇവിടെ അവതരിപ്പിക്കുന്ന 6ാമത്തെ ബഡ്ജറ്റാണ് സാർ. 6ാമത്തെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ ബാക്കി 5 ബഡ്ജറ്റുകൾ. സാർ, ഓരോ ബഡ്ജറ്റിലും എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയമാണ് സാർ ഞാൻ എടുത്തത്. ഇവിടെ സാമ്പത്തിക രംഗത്ത് ധനകാര്യമന്ത്രിയുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചുമതലയാണ് ഏറ്റെടുക്കേണ്ടി വന്നത്. സാർ, എല്ലാവരുടെയും സഹായത്തോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും വകുപ്പും എല്ലാ MLA-മാരും സഹായിച്ച് നമുക്ക് ഓരോ വർഷവും നമുക്ക് കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റി. നമുക്ക് ശരാശരി 10-12% വളർച്ച നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഉണ്ടാക്കാൻ പറ്റി. നമ്മുടെ GSDP വരുമാനം ഉണ്ടാക്കാൻ പറ്റി. എല്ലാ മേഖലയും മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളത് കണക്കുകളാണ് സാർ. C&AG കണക്കിലും റിസർവ് ബാങ്കിൻ്റെ കണക്കിലും C&AG ദശവർഷ കണക്കുകൾ കമ്പയർ ചെയ്തപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വന്നിട്ടുള്ള ഫിസ്ക്കൽ കൺസോളിഡേഷനെ പറ്റി പറഞ്ഞു സാർ. 1970-കളിൽ ഇന്ത്യൻ ആളോഹരി വരുമാനത്തിൻ്റെ 70% മാത്രമേ ഉണ്ടായിരുന്നു കേരളത്തിന്. ഇപ്പോൾ അത് 1.5 മടങ്ങായി, 150-160% കാരണം സാർ കേരളത്തിന് ആ മാറ്റം ഉണ്ടായി. ഓരോ വർഷവും നമ്മളങ്ങനെ മുന്നോട്ട് പോവുക. സാർ, ഇതിനകത്ത് ജനങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഒന്നാമത്തെ കേരളത്തിലെ മന്ത്രിസഭയിൽ C. അച്യുതമേനോൻ മുതൽ തോമസ് ഐസക് വരെയുള്ള മന്ത്രിമാർ എടുത്ത ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ കൂടുതൽ ശക്തമാക്കി കൊണ്ടുപോകാനുള്ള സമീപനമാണ് സാർ നമ്മൾ എടുത്തത്. അതനുസരിച്ച് തന്നെയാണ് സാർ ഓരോ മേഖലയിലും നടത്താൻ പറ്റുന്ന കാര്യങ്ങളല്ലാതെ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലാതെ അല്ലാത്ത കാര്യം പറഞ്ഞിട്ടില്ല സാർ. എന്നെപ്പറ്റി പലപ്പോഴും MLA-മാർക്കും ഒക്കെ വിമർശനം ഉണ്ടാവും. പലപ്പോഴും മന്ത്രിമാരും പറയും. കാരണം ചില കാര്യങ്ങളിലൊക്കെ ഒന്ന് പിടിച്ചിട്ടാണ് ചെയ്യുക. പിടിച്ചിട്ട് ചെയ്താൽ അല്ലാതെ എല്ലാം കൂടി പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്ത കാര്യം എല്ലാം കൂടി പറഞ്ഞാൽ പറ്റില്ല സാർ. പക്ഷേ ഓരോ ഘട്ടം വന്നപ്പോൾ സർക്കാർ ജീവനക്കാരുടെ DA-യുടെ കാര്യം കുറച്ച് കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്, സത്യമാണ്. പക്ഷേ കഴിഞ്ഞ ഈ കറണ്ട് ഇയറിൽ സാർ 13% DA കൊടുത്തു ഈ വർഷം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള ബാക്ക്ലോഗ് കൂടെ അടുത്ത ഏപ്രിൽ മാസത്തോടു കൂടി ബാക്കി മുഴുവനും കൊടുക്കും, പരിഷ്കരണം കൊടുക്കും. അത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ എന്താ പറ്റത് പറയുന്നത്? ഒരുമിച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് എല്ലാം കൂടെ കൊളാപ്സ് ചെയ്യാൻ പാടില്ല സാർ. സർക്കാർ ചുമതല ഏറ്റെടുക്കുമ്പോൾ തൊട്ട് മുമ്പത്തെ സർക്കാർ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ച് നടപ്പിലാക്കി തുടങ്ങി സാർ. ഏപ്രിൽ 1-ാം തീയതി ആയിരുന്നു സാർ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി തുടങ്ങിയത്. ഏപ്രിൽ 6-ാം തീയതി ആയിരുന്നു തെരഞ്ഞെടുപ്പ്. മെയ് 20-ാം തീയതിയാണ് പുതിയ ഗവൺമെൻറ് വന്നത്. എന്ന് പറഞ്ഞാൽ ആ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് ഈ സർക്കാർ വന്നതുകൊണ്ടാണ് സാർ. തുടർച്ചയില്ലായിരുന്നെങ്കിൽ നേരത്തെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ നമ്മുടെ സംസ്ഥാനത്ത് ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 15 അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇത് വളരെ അപകടമാണ്, ഞങ്ങളെ അപകടത്തിലാക്കാണ്. ചില സംഘടനകൾ പറഞ്ഞു UDF-ൻ്റെ 15% ഞങ്ങൾ വന്നാൽ വെട്ടിക്കുറയ്ക്കും പറഞ്ഞതാണ്. ഇത് കേട്ടവരാണ് ഇരിക്കുന്നതൊക്കെ സാർ. അങ്ങനെ പറഞ്ഞതാണ്. അവിടെ അതിൻ്റെ ഭാഗമായിട്ട് 30,000 കോടി രൂപയാണ് സാർ പ്രതിവർഷം അധികം ബാധ്യത വന്നത്. അതിനൊപ്പം പഴയ DA DR കുടിശ്ശിക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക എല്ലാം കൂടി കൊടുക്കേണ്ടി വന്നു. അതും ഏകദേശം തത്തുല്യമായ നല്ലൊരു തുക വന്നു. അത് കൊടുത്തു തീർത്തു സാർ. അത് കൊടുത്തു തീർത്തിട്ടാണ് ബാക്കി ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ കൃത്യമായി ഈ കാര്യങ്ങൾ നോക്കി ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കാണ് അടുത്ത വർഷത്തേക്കും സാർ. ആ ഹെഡുകൾ നോക്കിയാൽ ശമ്പളത്തിൻ്റെ ഉൾപ്പെടെ ഹെഡ് 96,000 കോടി രൂപ ആ ഹെഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് സാർ. 96,000 കോടി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ DA കുടിശ്ശിക സർക്കാർ ജീവനക്കാരോടെ ഞാൻ പറഞ്ഞു. DA പെട്ടെന്ന് അവർക്കൊരു ആശങ്ക നടക്കുമോ?
പ്രത്യേകിച്ച് ഇവിടുത്തെ ഇതൊക്കെ വരുന്നല്ലോ, ഇവർ പിന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡൊക്കെ ഇല്ലല്ലോ, അതിനകത്ത് DA കുടിശ്ശിക കൊടുക്കാനുള്ള പണവും 73,000 കോടിയാണ് ഈ വർഷത്തെ അവസാനത്തെ കണക്ക്. അവിടുന്ന് 96,000 കോടി വെക്കണമെങ്കിൽ എത്ര കോടി രൂപ അധികം വന്നു സാർ? 73,000 നിന്ന് 96,000 എന്ന് വെച്ചാൽ DA കുടിശ്ശികയും കുടിശ്ശികയുടെ ഒരു ഭാഗവും DA വർദ്ധിപ്പിച്ചത് കൊടുക്കാനുള്ള പണാതി വെച്ചിട്ടുണ്ട് സാർ. ഓരോ മേഖലയും അങ്ങനെയാണ് സാർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് സാർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് സാർ. സാർ ഈ ഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഓരോ ഘട്ടങ്ങളിലായി ചെയ്തു വന്നിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ നിലപാട്, രാഷ്ട്രീയ നിലപാട് തന്നെ തുടരാനാണ് ശ്രമിച്ചത് സാർ. ഓരോ ഗവൺമെൻറ്റും അതിൻ്റേതായ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സാർ. ഭൂപരിഷ്കരണം ഉൾപ്പെടെ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരുടെ ജീവിതം പ്രത്യേകമായി ശ്രദ്ധിച്ച ഒന്നാം EMS മന്ത്രിസഭ മുതലിങ്ങോട്ട് സാർ, അതിനുശേഷം സാക്ഷരതാ പ്രസ്ഥാനവും ജനകീയാസൂത്രണവും നവകേരള മിഷനുകളും ഓരോരോ ഘട്ടത്തിലും നമ്മൾ വ്യത്യസ്തമായ വിവിധ പദ്ധതികൾ ഓരോ സമയത്തും നമ്മൾ എടുത്തിട്ടുണ്ട് സാർ. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഈ പ്രവർത്തനങ്ങൾ എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് സാർ. സാർ, നമ്മുടെ കേരളത്തിൽ ആരോഗ്യരംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഞാൻ എടുത്തു പറയുന്നില്ല. ഇന്നിപ്പോൾ 17,000-ത്തിലധികം സർജറി, കാർഡിയോളജി പോലുള്ള സർജറി ഒരു മാസം സൗജന്യമായി നമ്മുടെ കാരുണ്യ വഴി നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമാണ് സാർ കേരളം. ഞാൻ നേരത്തെ ഈ സഭയിൽ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് മരുന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മിക്സ്ചറും പാരാസിറ്റാമോളും വല്ല മറ്റ് ഗുളികകളും കിട്ടാനില്ലാത്തെങ്കിൽ ഇന്നിപ്പോൾ സ്റ്റെൻറ്റ് കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് ഓപ്പറേഷൻ ഒരാഴ്ച താമസിക്കുന്നതിന്. സാർ, അതും ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ പ്ലാനിൽ തന്നെ കഴിഞ്ഞ വർഷം ഉള്ളതിനേക്കാളും 30-35%, 200 കോടി തന്നെ അധികം വെച്ചിട്ടുണ്ട്. അപ്പോൾ സാർ, ഈ ആൻജിയോപ്ലാസ്റ്റി കരൾ വരെ മാറ്റിവെക്കുന്നതിനും ശ്വാസകോശം ഹൃദയം മാറ്റിവെക്കുന്നതിനടക്കമുള്ള ഓപ്പറേഷനുകൾ നമ്മുടെ സർക്കാർ ആശുപത്രിയാണ് സാർ. ഇപ്പോൾ ഈ അടുത്ത ആഴ്ചയാണ് എറണാകുളത്തെ ക്യാൻസർ സെൻ്ററിൻ്റെ ഉദ്ഘാടനം, 9-ാം തീയതി. ഈ സാർ, പുതിയൊരു ക്യാൻസർ സെൻ്റർ ഇവിടെ വരുവാണ്. എറണാകുളം കേന്ദ്രമാക്കി നേരത്തെ ആ സംവിധാനം ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്തുണ്ട് മലബാർ ക്യാൻസർ സെൻ്റർ, വലിയ സൗകര്യങ്ങളുള്ള ക്യാൻസർ സെൻ്ററായി വന്നു. റോബോട്ടിക് സർജറി വരെയുണ്ട് സാർ. നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് റോബോട്ടിക് സർജറിക്ക് ഇപ്രാവശ്യം പണം വെച്ചിട്ടുണ്ട്. കളമശ്ശേരിയിൽ റോബോട്ടിക് സർജറിക്കുണ്ട്. ഇപ്പോൾ MCCയിലുണ്ട്. തിരുവനന്തപുരത്തേക്ക് റോബോട്ടിക് സർജറി സൗകര്യം വന്നു. ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ ഈ പറഞ്ഞ ഒരു ക്യാൻസർ സെൻ്ററോട് വരുവാണ്, അവിടെ ഉൾപ്പെടെ സാർ. ഇതേപോലെ വളരെ ചെലവേറിയ നമ്മുടെ താലൂക്ക് ആശുപത്രികളിലൊക്കെയുള്ള സൗകര്യങ്ങളും പൊതു ആരോഗ്യരംഗത്തുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതല്ല സാർ. ഇങ്ങനെ ഓരോ മേഖലയിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങൾ സാർ, ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൻ്റെ കാര്യങ്ങളിൽ പരിഗണന കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം. അതിന് യാതൊരു തർക്കവുമില്ല സാർ. അടിസ്ഥാന വിഭാഗത്തിൻ്റെ വീട്ടിൽ നിന്നുള്ള കുട്ടികൾ, കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു IT കമ്പനി വർക്ക് ചെയ്യുന്നു. വളരെ പാവപ്പെട്ട ഒരു ഉന്നതിയിൽ ഞാൻ അവിടുത്തെ ചെറുപ്പക്കാരാണ് സാർ. നമ്മുടെ നാട്ടിൽ അവർ ചെയ്തിരുന്ന പരമ്പരാഗത മേഖലയിൽ ചെയ്തുകൊണ്ടിരുന്ന അതേ ജോലി തന്നെയല്ല വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുക്കുന്നു. ഇവിടെ എല്ലാ മേഖലയിലും ഉള്ളവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേക പരിഗണന കൊടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള സൗജന്യ വിദ്യാഭ്യാസം മാത്രമല്ല സാർ. ഇപ്പോൾ നമുക്കിപ്പോൾ ഡിഗ്രി വരെ നമ്മൾ സൗജന്യമാക്കി സാർ. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം ഒന്നാം EMS മന്ത്രിസഭ സാർ. സാർ, കയറിക്കിടക്കാനൊരു സ്ഥലമില്ലെങ്കിൽ ആർക്കെങ്കിലും പഠിക്കാൻ പറ്റുമോ സാർ? വീട്ടിൻ്റെ മുറ്റത്ത് 2 വാഴ വെച്ച് കഴിഞ്ഞാൽ ആ വാഴക്കൊല വെട്ടാൻ പറ്റുന്ന അവസരമില്ലെങ്കിൽ ആർക്കെങ്കിലും മക്കളെ പഠിപ്പിക്കാൻ പറ്റുമോ സാർ? കമ്മ്യൂണിസ്റ്റുകാരനൊന്നും ആയിരുന്നില്ല ചങ്ങമ്പുഴ. വാഴക്കുല സ്വന്തം വീട്ടുമുറ്റത്ത് ഒരു വാഴ വെച്ചിട്ട് അതിൻ്റെ കൊല വെട്ടി പഴുപ്പിച്ച് തിന്നുന്ന കുട്ടികളുടെ സ്വപ്നം ഏറ്റവും ഹൃദ്യമായി അവതരിപ്പിച്ച് അവസാനം ജന്മി ആ കൊലയിങ്ങി വെട്ടിക്കൊണ്ടുവരാൻ പറയുമ്പോൾ ഒരു കൊലപാതകം ഉണ്ട് അതിനേക്കാളും വലിയ വിഷമത്തോടുകൂടി പിടഞ്ഞ് കരയുന്ന കുട്ടികളുടെ ആ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രം ചിത്രീകരിച്ചാണ് സാർ വാഴക്കൊല. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല ചങ്ങമ്പുഴ. പക്ഷേ ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്ന കേരളത്തിലാണ് സാർ. ഇന്നിപ്പോൾ ഇടതുപക്ഷത്തെ പറയുന്നല്ലോ, ഇന്നിപ്പോൾ ഡിഗ്രി വിദ്യാഭ്യാസം വരെ സൗജന്യമാക്കാൻ ഈ ഗവൺമെൻറ് തീരുമാനിച്ചു. ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഡിഗ്രി വിദ്യാഭ്യാസം, അതിനു മുമ്പ് +2 നേരത്തെ ഉണ്ട് സാർ. 1000 ചില്ലാനും ആളുകൾക്കല്ലേ സാർ ഈ മേഖലയിൽ നിന്ന് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി 25 ലക്ഷം രൂപ വരെ മുടക്കി പഠിക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാക്കിയത്. ഇടതുപക്ഷത്വം നഷ്ടപ്പെട്ടത്രേ. എന്നിട്ടോ ഇടതുപക്ഷത്തിൻ്റെ സ്വഭാവമുള്ള ആർക്കാ? എല്ലാ തരത്തിലും ഇവിടെ രാവിലെ പറഞ്ഞതുപോലെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും വൃത്തികേടുകളും കാണിക്കുന്ന ആളുകൾ UDF, കോൺഗ്രസ്, അവരാണ് ഈ കാര്യം എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാർ. സാർ, ഈ ഓരോ മേഖലയിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ UDF എന്താ സാർ ചെയ്യുന്നത്? സാർ, എന്തെങ്കിലും ആത്മാർത്ഥത കേരളത്തിലെ ജനങ്ങളോടുണ്ടെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ
ട്രെയിനുകളുടെ കാര്യം പറഞ്ഞപ്പോൾ കേരളം എന്ന് വിളിക്കുന്നത് ഞാനും കേട്ടു. ഞാൻ പിന്നെ ശ്രീമതി നിർമ്മലാ സീതാരാമൻ കേന്ദ്രമന്ത്രിയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സാർ, ആ പ്രസംഗത്തിനകത്ത് ഇവിടെ പറഞ്ഞ എല്ലാവരും പറയുന്ന ആമമുട്ടയാണ് കേരളത്തിന് കിട്ടിയത്, കേരളത്തിന് വേറൊന്നും കിട്ടിയില്ല. ഇന്ത്യക്കാകെ ആമമുട്ട സാർ, ഇന്ത്യക്കാകെ. കഴിഞ്ഞ പ്രാവശ്യം മഖാന എന്ന് പറഞ്ഞൊരു സാധനം പ്രഖ്യാപിച്ചു. അപ്പോൾ തന്നെ നോക്കി, മഖാന എന്ന് പറഞ്ഞാൽ താമരക്കുരുവിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സൈസ് പിന്നെ കുറിക്കാനുണ്ടാക്കുന്ന ലൈറ്റ് ഫുഡാണ്. ഈ ഡയറ്റിംഗ് ഒക്കെ ഉപയോഗിക്കുന്ന പിന്നെ കഴിഞ്ഞ പ്രാവശ്യം താമരക്കുരുവാണ് മഖാന. ഇപ്രാവശ്യം ഈ കടലാമകൾക്കാണ് സാർ. മറ്റേ കടലാമയ്ക്കുമില്ല സാർ, ശുദ്ധജലത്തിൻ്റെ ആമയ്ക്കുമില്ല സാർ. എന്തായാലും നല്ലതാണ്, പരിസ്ഥിതി സ്നേഹമാണ്, ഞാനതിന് കുറ്റം പറയില്ല. ആ ആമയുടെ കാര്യം മാത്രം പറഞ്ഞല്ലോ, നമ്മളിവിടെ എത്ര കാര്യങ്ങൾ ചോദിച്ചു സാർ. എന്തെങ്കിലും ഒരു കാര്യം തന്നോ? 7 റെയിൽവേ ഇടനാഴികൾ നൽകി. 7 റെയിൽവേ ഇടനാഴി തരുമ്പം ഏറ്റവും ന്യായമായി വിഴിഞ്ഞത്തിനൊരെണ്ണം തരണ്ടേ? വേറൊന്നും കൊണ്ടല്ല, ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്നാണ് ഇപ്പോൾ വിഴിഞ്ഞം. വിഴിഞ്ഞത്തിൻ്റെ സൗകര്യം വർദ്ധിക്കാറുണ്ട്, പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ അടുക്കാൻ പറ്റുന്നതാണ്. 3 ലക്ഷം ടണ്ണാണ് ഏറ്റവും വലിയ കപ്പലുകളുടെ കപ്പാസിറ്റി. അവിടെ ഒരു മദർഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു പോർട്ട് ഞങ്ങൾ ചോദിച്ചു, റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഡിഫൻസിൻ്റെ ഒരു പിന്നെ കോറിഡോർ, പിന്നെ ഇൻഡസ്ട്രി കോറിഡോർ ചോദിച്ചു. ഇപ്പോൾ മിനറലിൻ്റെ പറഞ്ഞു. മിനറലിൻ്റെ വളരെ കൃത്യമായിട്ടാണ്, ഞങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ടാണ് പറഞ്ഞത്. ഇൻഡസ്ട്രീസ് വകുപ്പ് മന്ത്രി നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അതായത് ലോകത്തിൽ നിന്ന് ഏറ്റവും അത്യപൂർവമായ മൂലകമാണ് ഈ പിന്നെ മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന റെയർ എർത്ത്. ചൈനയിലാണ് ഇപ്പോൾ ഈ കാന്തം മാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. സർ, മാഗ്നറ്റ് കിട്ടാത്തതുകൊണ്ട് അമേരിക്കൻ EV ഇൻഡസ്ട്രിയും മറ്റ് EV ഇൻഡസ്ട്രികളും യൂറോപ്യൻ EV ഇൻഡസ്ട്രീസ് അടക്കി തടസ്സം നേരിട്ടു. അപ്പോൾ നമുക്ക് മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും നല്ല റെയർ എർത്താണ് നമ്മുടെ. തോറിയോ മൊണസൈറ്റ് എല്ലാം ഉണ്ട്. കൽക്കരിയും റെയർ എർത്താണ് സാർ, ഇരുമ്പയിരും റെയർ എർത്താണ് സാർ, ബോക്സൈറ്റും റെയർ എർത്താണ്. പക്ഷേ കയ്യിലെടുക്കുന്ന സാധനത്തിൻ്റെ മൂല്യം അതേ ഇത് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അതേ സ്വർണത്തിൻ്റെ വിലയുള്ള അത്രയും ഉയർന്ന ക്വാളിറ്റി ഉള്ളതാണ് നമ്മുടെ റെയർ എർത്ത്. ആ റെയർ എർത്തിൽ നിന്നും മാഗ്നറ്റ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ, അതിന് ടെക്നോളജി ചില കോർപ്പറേഷനൊക്കെ വേണ്ടി വരും, മാഗ്നറ്റ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ വലിയ സാധ്യതയാണ്. അതുകൊണ്ടാണ് ആ റെയർ എർത്ത് കോറിഡോർ നമ്മൾ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇവിടുന്ന് റെയർ എർത്ത് കയറ്റി ട്രെയിനെ കയറ്റി അയക്കാനല്ല. അത് പണ്ട് 50-70 വർഷം മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ് സാർ. ആ റെയർ എർത്ത് കോറിഡോറിന് പകരം ഇപ്പോൾ എന്താണ് കേന്ദ്രം ഉദ്ദേശിച്ചത് അറിയില്ല. നമ്മൾ ഉദ്ദേശിച്ചതാണ് ഇപ്പോൾ KMML ഉണ്ട്. ആ KMMLൻ്റെ അടുത്ത് തന്നെ ബാക്കി തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തോടെ തുടങ്ങി എറണാകുളം വരെയുള്ള മേഖലകളിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളൊന്നും ചോദിച്ചിട്ട് അതിനൊന്നും പണമില്ല സാർ. എന്ന് മാത്രമല്ല, എല്ലാത്തിനെയും പണം കുറച്ചു. ഞാൻ ഓരോന്നിൻ്റെയും കണക്കെടുത്ത് പറയുന്നത് സാർ, യൂറിയയുടെ സബ്സിഡി നമ്മുടെ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് മിനിസ്റ്റർ കൃഷിയുടെ ഒരു മേഖലയിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. യൂറിയയുടെ, അതുപോലെ മൊത്തം വളത്തിൻ്റെ, ഭക്ഷ്യ സബ്സിഡി എല്ലാം കുറച്ചു. ആരോഗ്യ മേഖലയിലെ പണം കുറച്ചു. വിദ്യാഭ്യാസ സർവശിക്ഷാ അഭിയാൻ അതിൻ്റെ പണം കുറച്ചു സാർ. എല്ലാ മേഖലയിലും കേന്ദ്രം പണം കുറച്ചു. ഇവിടെ ഞാൻ പറഞ്ഞ വിഷയം, വെടിഞ്ഞത്തേക്ക് എന്തുകൊണ്ടാണ് ഒരു കോറിഡോർ ട്രെയിനിൻ്റെ തരണമെന്ന് പറഞ്ഞത്? ഏറ്റവും വലിയ ട്രെയിൻ ഇന്നിപ്പോൾ ലോകത്തെ എല്ലാ വലിയ സിറ്റിയും ഇത്തരം വലിയ നഗരങ്ങൾക്ക് ചുറ്റും പോർട്ടിന് ചുറ്റുമാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് സാർ. പോർട്ടിനടുത്ത് ഇങ്ങനൊരു സംവിധാനം ഉണ്ടെങ്കിൽ അവിടുന്ന് ഡൽഹിയിലേക്ക് അടക്കം മറ്റെല്ലാ സ്ഥലത്തേക്കും സാധനങ്ങൾ കയറ്റി സാധനം കൊണ്ടുവരാനും പറ്റുന്നതാണ്. അതുണ്ടായിട്ടില്ല സാർ. ഇങ്ങനൊന്നും ചെയ്യുന്ന സമയം ഉണ്ടായില്ല. ആകെ 7 അവർ പറഞ്ഞു, അതിനകത്ത് കേരളമില്ല സാർ. എങ്കിലും കേരളം അത്തരം കാര്യങ്ങളിൽ പുറകോട്ട് പോകാനല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. ഏത് തരത്തിലുള്ള ട്രെയിൻ ആയാലും, ഞങ്ങളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, RRTS, ഏത് തരത്തിലുള്ള ട്രെയിൻ ആയാലും തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ കണ്ണൂരേക്കും കാസർഗോഡേക്കും 6-7 മണിക്കൂർ കൊണ്ട് 5 മണിക്കൂർ താഴെ എത്താൻ പറ്റുന്ന ഒരു സംവിധാനം, 4 മണിക്കൂർ താഴെ എത്താൻ പറ്റുന്ന സംവിധാനം വേണം. നിലവിൽ ഈ വന്ദേ ഭാരത് കഴിഞ്ഞപ്പം മഞ്ഞക്കുറ്റി വീഴാൻ വന്നവരൊക്കെ ഇപ്പോൾ അതിലാണ് പോകുന്നത്. മഞ്ഞക്കുറ്റി എന്തോ വലിയൊരു കുറ്റിയായിരുന്നു, എന്തോ ഒരു പ്രചരണമായിരുന്നു നേരത്തെ. മഞ്ഞക്കുറ്റി ഇട്ടു സാർ. വന്ദേ ഭാരത് ഉണ്ടെങ്കിൽ അതാണ് നോക്കുന്നത്. അതിനേക്കാൾ അല്പം കൂടി വേഗതയുള്ള ട്രെയിൻ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനിപ്പം ഞങ്ങൾ പദ്ധതി തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ 1-ാം ഘട്ടം തിരുവനന്തപുരത്തു നിന്ന് തൃശ്ശൂർ വരെയും, 2-ാം ഘട്ടം തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്, 3-ാം കോഴിക്കോട് കണ്ണൂർ, 4-ാം ഘട്ടം കണ്ണൂർ കാസർഗോഡ്. സാർ, അതിനൊരു പ്രത്യേകതയുണ്ട്. എങ്ങനെയാണ് ഇത്? സെൻട്രൽ ഗവൺമെൻറ് ഉപരിതല ഗതാഗതം വകുപ്പ് കൂടി ചേർന്നിട്ടാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രാഥമികമായിട്ട് കേന്ദ്രമന്ത്രിയായിട്ട് സംസാരിച്ചിരുന്നു. അമേരിക്കാരും അതിൻ്റെ ഫെസിലിറ്റി നോക്കാമെന്ന് പറഞ്ഞു സാർ. മെട്രോയും ഇതും കൂടെ ഇൻ്റർലിങ്ക് ചെയ്തുള്ള പദ്ധതിയാണ് സാർ. മെട്രോയുടെ പ്രത്യേകത, മെട്രോയ്ക്ക് സ്റ്റാൻഡേർഡ് ഗേജാണ്. ഇപ്പോൾ മീററ്റിൽ നിന്ന് ഡൽഹിയിലേക്കുണ്ട്. അപ്പോൾ ഡൽഹിയിലെ മെട്രോ ലൈനിൽ കൂടെ പോയിട്ട് പിന്നെ അങ്ങോട്ട് പോകുന്ന ഒരു സ്റ്റാൻഡേർഡ് ഗേജിൽ കൂടെ പോയിട്ട് മീററ്റിൽ പോയിട്ട് അവിടുത്തെ മെട്രോയിൽ തന്നെ കൂടാം. അപ്പം എല്ലാ സ്ഥലത്തും പോകാൻ ഇറങ്ങാം. അങ്ങനെ ഒരു കണക്ടിവിറ്റിയാണ്. അങ്ങനെ വരുന്നൊരു കാര്യമാണ്. ഇനി അതിനെ സംബന്ധിച്ച് പുതിയ ആശയങ്ങൾ വന്നാൽ അതിനും കുഴപ്പമില്ല. ഇപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു. അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പം നാഷണൽ ഹൈവേയുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. എപ്പോഴും നമ്മൾ ആവർത്തിക്കുന്നതാണ്. നാഷണൽ ഹൈവേ നടക്കില്ല എന്ന് വിചാരിച്ചാൽ നാഷണൽ ഹൈവേ നടക്കുന്നു. പണം നമ്മൾ കൊടുക്കണമെന്ന് നിർബന്ധിച്ചിട്ട് പോലും കൊടുത്തു. നമുക്ക് പണം ഉണ്ടായിട്ടില്ല, അത് കൊടുത്ത് നമ്മൾ ചെയ്യുന്നു സാർ.
ഇങ്ങനെ ഓരോ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനം, അതിനൊപ്പം ഏറ്റവും സാധാരണക്കാരുടെ ആശുപത്രി, അംഗൻവാടി മുതൽ ഏറ്റവും പ്രായമുള്ളവരുടെ കാര്യം വരെ ഉള്ള കാര്യങ്ങളെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് സാർ. ഇങ്ങനെ ഈ കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുമ്പം അതിനിത്തരം കാര്യങ്ങളൊന്നും പിന്നെ ഇടപെടാനായിട്ട് കേന്ദ്രം ശ്രമിക്കുന്നില്ല. അതിനെപ്പറ്റി ഇന്ത്യൻ പാർലമെൻറ്റിൽ സാർ ഞങ്ങൾ ഈ കാര്യം ഉന്നയിക്കുന്നത് എവിടെയാണ് സാർ? ഞങ്ങൾ കത്തയക്കാം, ഞങ്ങൾ സമരം ചെയ്യാം, ഞങ്ങൾ സുപ്രീം കോടതി പോകാം. സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ കേസ് പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റേ ഉള്ളൂ കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരെ. ഗവർണർ ഇവിടെ പ്രസംഗിച്ചപ്പോൾ അതിനും ഞങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറയുന്നോ ഇടതുപക്ഷം ഇപ്പോൾ BJP-ക്കാരുമായിട്ട് എന്തോ താങ്ങുകയാണ്. സാർ, BJP-ക്കാരുമായിട്ട് അങ്ങനെ കാണാൻ അവരെ താങ്ങി നിൽക്കാനാണെങ്കിൽ സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ കേസ് നടത്തുമോ സാർ? സുപ്രീം കോടതിയിൽ പോയി അതിനുശേഷം ഞങ്ങൾക്ക് പണം വേണ്ടത്ര അനുവദിച്ചിട്ടുണ്ട് സാർ. ഞാൻ പറയുകയാണ്, ഓരോ പ്രാവശ്യവും ധനകാര്യമന്ത്രി എന്നല്ലേ കാണാൻ പോകുമ്പോൾ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ പോകുമ്പം അവർ ചോദിക്കുന്നത് നിങ്ങളെ സുപ്രീം കോടതിയിലെ കേസ് പിൻവലിച്ചാൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ? പിൻവലിക്കാൻ പറ്റില്ല, കാരണം അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിട്ടേക്കാണ്. ഞങ്ങളിവിടെ കേന്ദ്രത്തിൽ നിന്ന് തരാനുള്ള ഞങ്ങൾക്ക് 5600 കോടി രൂപ ഈ വർഷം തന്നെ കിട്ടാനുണ്ട് സാർ. മറ്റു ഈ പറഞ്ഞ പല പദ്ധതികൾ, PM ശ്രീ ആയാലും സ്കൂളായാലും എഡ്യൂക്കേഷൻ ആയാലും എല്ലാം സാർ. ഇങ്ങനെ ഈ തരത്തിൽ ഇവർ പറയും. എന്നാൽ അവിടെ ഇത്ര MP-മാർ ആകെ ഞങ്ങൾക്ക് പഴയ മുൻ സ്പീക്കർ ശ്രീ രാധാകൃഷ്ണൻ മാത്രമല്ലേ ഉള്ളൂ സാർ അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ MP. ബാക്കി 19 പേര് UDF-ന് വേണ്ടിയിട്ടും UDF-ഉം ഭരണകക്ഷിക്ക് വേണ്ടി നിൽക്കുന്ന പോലെയല്ലേ സാർ? ഞാൻ പറഞ്ഞ തൃശ്ശൂർ MP-യെ കൂടി ഉൾപ്പെടുത്തിയ സാർ. അവിടെ പറയണ്ടേ സാർ? ഇന്നലെ ഉണ്ടായല്ലോ, അവിടെ പറഞ്ഞിട്ട് ഇറങ്ങി എവിടെ പോയി? കേരളത്തിനെ സംബന്ധിച്ചും കേരളത്തിൻ്റെ പൊതുപ്രശ്നങ്ങളും ഇവർ ആരെങ്കിലും പോയി പറഞ്ഞിട്ടുണ്ടോ സാർ? നാളെ ഇവിടെ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കാര്യം നടത്തുക. അധികാരത്തിൽ വരുന്നതും വരാത്തതും ബഹുമാനപ്പെട്ട ജനങ്ങൾ അവരാണ് തീരുമാനിക്കുന്നത് ആര് വരണം വേണ്ടെന്ന്. ഒരു കാര്യം ഉറപ്പാണ് സാർ, 18 മാസക്കാലം ക്ഷേമ പെൻഷൻ കൊടുത്തില്ല എന്നുള്ളത് കേരളത്തിൻ്റെ അനുഭവമാണല്ലോ. 18 മാസക്കാലം ക്ഷേമ പെൻഷൻ കൊടുത്തില്ല. പിന്നെ എന്തു പറയുന്നതിനും മടിയൊന്നും ഇല്ലാത്തവരാണ് സാർ. സാർ, ഞാൻ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞിരിക്കുന്നൊരു ചിത്രമുണ്ട് സാർ. ശ്രീ കെ കരുണാകരൻ അതിശക്തമായ സമരം ഞങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. പിന്നെ ലാത്തി ചാർജിലായിട്ടുണ്ട്, ജയിലിൽ പോയിട്ടുണ്ട്, വലിയ തോതിൽ പരിക്കുപറ്റിയിട്ടുണ്ട്. പക്ഷേ കരുണാകരൻ എന്ന് പറയുന്ന മനുഷ്യനോടുള്ള ബഹുമാനക്കുറവൊന്നും ഞങ്ങൾക്കില്ല. അത് പ്രതിപക്ഷ നേതാവ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ പറ്റിയും ഓരോരുത്തരെ പറ്റിയും വഴി പ്രസംഗിച്ച പോലൊന്നും ഞങ്ങൾ പ്രസംഗിക്കുകയില്ല. ഞങ്ങൾ പോയി, ഞാനും സർ P രാജീവും കൂടി വിദ്യാഭ്യാസ മന്ത്രി E.T. മുഹമ്മദ് ബഷീറിനെ അന്ന് പോയിട്ടൊരു വിദ്യാഭ്യാസ പ്രശ്നം ഞങ്ങൾ തടഞ്ഞു ചർച്ചയ്ക്ക് പോയി. ഞങ്ങൾ അവിടെ കുത്തിയിരുന്നു, ഞങ്ങളെ പിടിച്ചു പൊക്കി തൂക്കിയെടുത്തോണ്ടാണ് പോയത്. ഞങ്ങളന്ന് ASFൻ്റെ സംസ്ഥാന ഭാരവാഹികളെല്ലാം ഉണ്ട്. കുറ്റം പറയാനുള്ള ശ്രീ മോൻസ് ജോസഫും ഞങ്ങളുടെ കൂടെ സമരസമിതിയിലുണ്ട്, നിരാഹാരത്തിനും ഉണ്ടായിരുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പുള്ളപ്പോൾ പിന്നെ ശ്രീ സുനിൽകുമാർ, മോൻസ്, ഞങ്ങളെല്ലാം നിരാഹാരം കിടക്കുകയാണ് സാർ. ശ്രീ കെ കരുണാകരൻ അതിശക്തമായിട്ട് ഞങ്ങളെ നേരിട്ടു. ഇവിടെ വ്യവസായ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാർക്കും നമ്മുടെ എല്ലാവർക്കും ലാത്തി ചാർജും പരിക്കുമൊക്കെ ഉണ്ടായി. കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായ സംഭവം ഉൾപ്പെടെയുണ്ട് സാർ. ഇതെല്ലാം ഉള്ളപ്പോഴും ഞങ്ങൾ സമരം ചെയ്തു, പക്ഷേ വ്യക്തിപരമായിട്ട് ആരെയും മോശപ്പെടുത്തി പറഞ്ഞിട്ടില്ല സാർ. അന്ന് വന്നൊരു ചിത്രത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ സാർ. ശ്രീ കെ കരുണാകരനൊരു ദൂഷണലയിൽ ഇഡലി കഴിക്കുന്നു. അതിൽ നിന്ന് തന്നെ ഒരു കൈ വെച്ചിട്ട് ഒരു ഇഡലി പൊട്ടിച്ച് തിന്നുന്നു ശ്രീ രമേശ് ചെന്നിത്തല, യൂത്ത് കോൺഗ്രസ് നേതാവ് സാർ. ഏതാനും മാസങ്ങൾ കഴിഞ്ഞില്ല, ആ ഇഡലി കഴിച്ചത് പൂർണ്ണമായി ദഹിച്ച് അതിൻ്റെ ഗുണം രക്തത്തിൽ നിന്ന് പോയില്ല. ഇവരെല്ലാവരും ചേർന്ന്, നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വന്ന് കുറച്ചുകൂടെ ജീനറാണ്, ഇവരെല്ലാം കൂടി ചേർന്ന് തിരുത്തൽവാദികളായി ആശുപത്രി കിടക്കുന്നൊരു മനുഷ്യനെ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ ആ സമയത്ത് ആക്രമിക്കാനും ഇല്ലാതാക്കാനും പോകുന്ന ശരിയായ കാര്യമല്ല. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വഞ്ചനയുടെയും ചതിയുടെയും കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ വലിയ ന്യായം പറയുന്നുണ്ട് സാർ. സാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് 5 വർഷം മുമ്പ് ഞങ്ങളൊന്നും MLA-മാരല്ല സാർ. എന്തൊക്കെയാണ് സാർ പറഞ്ഞത്? കേരളത്തിലെ ജനങ്ങളുടെ മുൻപില്ലേ ഈന്തപ്പഴത്തിൻ്റെ കുരു സ്വർണം കൊണ്ടാണെന്ന് പ്രചരിപ്പിച്ച് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഏതൊരു ചെമ്പ് കൊണ്ടുവന്നു, ബിരിയാണി ചെമ്പ്, അത് സ്വർണം ചെമ്പ് അതിനകത്ത് പൂശിക്കൊണ്ടുവന്നാണെന്ന് പറഞ്ഞില്ലേ? ആളുകൾ കുറേ പേര് വിശ്വസിക്കത്തില്ലേ സാർ ഇങ്ങനെ പറഞ്ഞാൽ? ഖുറാനകത്ത് നമ്മുടെ ശ്രീ KT ജലീൽ അദ്ദേഹത്തിന് കിട്ടിയ ഖുറാൻ, അദ്ദേഹത്തിന് അവിടുന്ന് എംബസിന്ന് ഖുറാനകത്ത് സ്വർണ്ണം ഇങ്ങനെ വെച്ചേക്കാന്ന് പറഞ്ഞില്ല സാർ. ഇതൊക്കെ കേരളത്തിൽ നടന്നല്ലേ? എവിടെ പോയിപ്പോൾ? ഇത് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടവർ പറയുക സാർ. ഇതല്ല, ഇതിനപ്പുറം ചെയ്യും. ശ്രീ കാര്യമന്ത്രി പറഞ്ഞ കാര്യത്തോട് ചേർത്ത് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സഭാ നടപടികൾ സ്തംഭിപ്പിച്ച് വളരെ മോശമായ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്.
SITയിൽ പൂർണ്ണമായ വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഡിവിഷൻ ബെഞ്ച് ഓപ്പൺ കോർട്ടിൽ പറഞ്ഞത് ഈ കുത്തുകേസിനകത്ത് കുറ്റപത്രം കൊടുക്കുന്ന വേഗതയിൽ കുറ്റപത്രം കൊടുക്കാവുന്ന കേസല്ലത്. ഇവരുടെ എല്ലാ വശങ്ങളും പരിശോധിക്കണം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥന്മാരുടെ ടീമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും SITയുടെ ഇതേവരെയുള്ള പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒബ്സർവേഷൻസ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉണ്ടായി എന്ന കാര്യം ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതേപോലെ ഇവർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ചില ഉത്തരവുകൾ, അതിൻ്റെ തെറ്റായ രീതികളെക്കുറിച്ച് ഉൾപ്പെടെ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ നാടിനെ ആകെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ബജറ്റ് സമ്മേളനം അലങ്കോലമാക്കിയതിന് കേരളത്തോട് മാപ്പ് പറയാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. യെസ് മിനിസ്റ്റർ പ്ലീസ്. സർ, ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഇപ്പോഴത്തെ കാര്യമാണ്. ശ്രീ കെ കരുണാകരൻ്റെ അന്ന് ഞങ്ങളൊക്കെ വിശ്വസിച്ചൊരു കാര്യമാണ് സാർ. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തും പറയുക, അതിനകത്തൊരു പ്രത്യേക ആസൂത്രിതമായ ഏജൻസി വന്ന് ആയിരക്കണക്കിന് ഹാൻഡിലുകൾ ഓപ്പൺ ചെയ്ത് എല്ലായിടത്തും കഥയുണ്ടാക്കുക. ഗീബൽസ്യൻ തന്ത്രമാണ് സാർ. അതിന് പണമുണ്ട് ഇവർക്ക്. ആ ഗീബൽസ്യൻ തന്ത്രത്തിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെ പറ്റി പറയുന്നുണ്ടല്ലോ. നേരത്തെ ഈ സ്വർണ്ണക്കഥകൾ പറഞ്ഞല്ലോ സാർ. അത് കഴിഞ്ഞെന്താ, ഇന്ത്യയിലെ ജനാധിപത്യത്തിനകത്ത് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന, കള്ളത്തരം പറയുന്ന ആളുകളെ പിടിക്കാനൊരു വകുപ്പില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അന്ന് പറഞ്ഞല്ലോ എന്താ വകുപ്പ്, ഇത്രയും കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നു ഈ ഒരു ഇളിഭ്യ ചിരിയും ചിരിച്ചുകൊണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇരിക്കുക എന്നുള്ളതിന് യാതൊരു മടിയില്ല. അതാണ് പരമാവധി. എന്നിട്ട് ഇതെല്ലാം ഞങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ ചോദ്യത്തിന് ഉത്തരവില്ല. സാർ, അന്ന് പറഞ്ഞാണ്, കേരളത്തിലെ ജനങ്ങളുടെ മുമ്പ് ഇത് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞാണല്ലോ സാർ 5 വർഷം മുമ്പ്. എന്തൊരു വിവാദമായിരുന്നു. അവരിതല്ല അതിനപ്പുറം ചെയ്യും സാർ. ഇതൊക്കെ ചെറിയ കാര്യമില്ല സാർ. ശ്രീ കെ കരുണാകരൻ്റെ ചാരക്കേസ്, ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ്. ചാരക്കേസ്, ആ ചാരക്കേസിനകത്ത് ശ്രീ കെ കരുണാകരൻ അന്നത്തെ DGPക്ക് ഉൾപ്പെടെ ഉണ്ടായ അനുഭവം നമുക്കറിയാം. ആ DGP അതിനകത്ത് ഉണ്ടായില്ല എന്ന്, കരുണാകരൻ അങ്ങനെ ഒരു സംഭവമില്ല എന്നുള്ളതുകൊണ്ടാണ് ശ്രീ കെ കരുണാകരൻ പറഞ്ഞത്. അതിൻ്റെ പേര് കരുണാകരന് രാജിവെക്കേണ്ടെന്ന് അഖിലേന്ത്യാ കേന്ദ്രം ഉൾപ്പെടെ ഇടപെട്ടിട്ട് അവരുടെ AICC നേതൃത്വം ഉൾപ്പെടെ ആ അദ്ദേഹത്തെ പോലെ അത്രയും കാലം പ്രവർത്തിച്ച ഒരാളെ ഏറ്റവും അവമാനിതമാക്കി അയക്കുന്നതിന് സ്വന്തം ശിഷ്യന്മാർ. സാർ, ഈ എന്നെ നിങ്ങളിലൊരാൾ തള്ളിപ്പറയുമെന്ന് യേശുദേവൻ പറഞ്ഞു. എന്നെ നിങ്ങളിലൊരാൾ തള്ളിപ്പറയുമെന്ന ഈസ്റ്റർ സദ്യയ്ക്ക് പറഞ്ഞു. ഇവിടെ ഈസ്റ്റർ സദ്യയല്ല, നിങ്ങളിലൊരാൾ തള്ളിപ്പറയുമെന്നല്ല, നിങ്ങളെല്ലാവരും തിരുത്തൽവാദികളായും കോൺഗ്രസും A ഗ്രൂപ്പായും തള്ളിപ്പറയുമെന്ന് ശ്രീ കെ കരുണാകരൻ പറഞ്ഞില്ല. പക്ഷേ ചെയ്തതാ. അങ്ങനെ ചെയ്ത ആളുകൾക്ക് ജനങ്ങളുടെ മുന്നേ പറയട്ടെ, ഇവരെന്ത് കള്ളത്തരവും വഞ്ചനം കാണിക്കട്ടെ, എന്ത് നാടകം കാണിക്കട്ടെ. ആ വഞ്ചന കാണിച്ചതിൻ്റെ ചരിത്രത്തിൽ നിന്നാണ് സാർ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ സ്വന്തം വീട്ടിനകത്ത് സ്വന്തം കാര്യത്തിൽ ഒരു വഞ്ചനയും പിന്നിന്ന് കുത്താനും മടിയില്ലാത്ത ആളുകളെ പറ്റി പറഞ്ഞിട്ടെന്താ കാര്യം? അതുകൊണ്ട് അവരിപ്പോൾ ഈ ഗവൺമെൻറ് ഇവിടെ ഇരുന്നിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറായാലും ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ഈ വെച്ചേക്കുന്ന കാര്യത്തിന് ഇത്തരം കാര്യങ്ങൾ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? സർക്കാർ വെച്ചേക്കുന്ന കാര്യങ്ങൾ സാർ, ഇത് കേരളത്തിൽ, ഇന്ത്യയിൽ ഇത്രയും അപകടകരമായൊരു സ്ഥിതി ഇരിക്കുമ്പം കേരളത്തിലെ ഗവൺമെൻറ് ഇവരിങ്ങനല്ല എടുക്കേണ്ടത്. സാർ, ഞങ്ങളൊക്കെ സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും വന്നേ. ഇവിടെ അങ്ങയുടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചോന്ന് ഞാൻ പറയുന്നില്ല. ഡയസിൽ ആരും കയറിയില്ല എന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മനോരമ പത്രത്തിൻ്റെ ഉൾപ്പെടെ മുമ്പിൽ ഈ ചാടി കയറുന്നതിൻ്റെ ചിത്രമുണ്ട്. മോർഫ് ചെയ്യുന്നൊന്നും ഇവിടുന്ന് കൊടുക്കില്ലല്ലോ. മോർഫ് ചെയ്ത് കൊടുത്താലല്ലോ. അത് ഈ ചാടിക്കയറുന്ന മെമ്പറുടെ ചിത്രം മനോരമ പത്രത്തിൽ. ഇവിടെ ഒന്നും കയറിയിട്ടില്ല. പിന്നെ ഇത്രയും നല്ല ചാട്ടക്കാരനാണ് എന്നുള്ളതിന് ഈ MLA-മാരുടെ സ്പോർട്സ് അല്ല, അല്ലാതൊരു സ്പോർട്സ് നടത്തിയാലും നല്ലൊരു ചാട്ടക്കാരനായിട്ട് സമ്മാനം കിട്ടാവുന്നതാണ് ആ ബഹുമാനപ്പെട്ട മെമ്പർ എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ചാടി അകത്ത് കയറിയ. അപ്പോൾ ഇത് സാധാരണ സാർ ഒരു പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ നമ്മൾ ചാടുകയും കയറുകയും ചെയ്യും. സാർ, പ്രക്ഷോഭത്തിനകത്തോട് വന്നാൽ ഞങ്ങളൊന്നും പുറകോട്ട് മാറുന്നില്ല. ഞാൻ ഓർക്കുകയാണ്, കൂത്തുപറമ്പ് സംഭവം ഞങ്ങളുടെ SFIയുടെ അഖിലേന്ത്യാ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന സുധീഷ് RSSകാരുമായി വളരെ പൈശാചികമായി കൊലയപ്പെട്ട സംഭവമുണ്ട്. ആ രക്തസാക്ഷി കഴിഞ്ഞിട്ട് 2 ആഴ്ചയ്ക്കാണ് ഞങ്ങളുടെ ജില്ലാ സമ്മേളനം, കണ്ണൂർ ജില്ലാ സമ്മേളനം. കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ സ്റ്റേറ്റ് സെൻറ്ററിൽ നിന്ന് പങ്കെടുക്കേണ്ട ഒരാളായിരുന്നു ഞാൻ സാർ. ഞങ്ങൾ ആ സമ്മേളനം നടത്തുമ്പോൾ അവിടെ നിരോധനാജ്ഞയാണ്. ആ നിരോധനാജ്ഞ നടക്കുമ്പോൾ ആ സമ്മേളന യോഗം നടക്കുന്ന മുഴുവൻ ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കുറേ പേർക്ക് വരാൻ പറ്റിയില്ല, വഴി നിന്നൊക്കെ അറസ്റ്റ് ചെയ്തു. വന്ന ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ആ സമ്മേളനം നടന്നത്. സാർ, ആ പോലീസ് സ്റ്റേഷനിൽ ആ സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങളുടെ തലമുറയ്ക്ക് ആവേശമുള്ളതാണ്. ആ പോലീസ് സ്റ്റേഷനിൽ ആ സമ്മേളനം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. അവിടെ അതിനാകെ നേതൃത്വം കൊടുത്ത് ഇവരെ പിള്ളേരെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആള് പിണറായി വിജയനാണ്, അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ നേതാവായിട്ടുള്ള.
അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണനും എം ഇ ഗോവിന്ദനും അടക്കമുള്ള ഇവരെല്ലാം നേതാക്കന്മാരാണ്. ഞാൻ ഗോവിന്ദൻ മാഷും പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ സാവ്, പിന്നെ ഇ പി എല്ലാവരും ഉണ്ട്. ഞങ്ങളവിടെ അന്ന് സംസാരിച്ച് ഓർക്കുന്നു. അത്രയും അനുഭവങ്ങളിൽ കൂടെയായി. ഞങ്ങളുടെ തലമുറയ്ക്ക് ആ അനുഭവങ്ങളൊക്കെ ഉള്ളൂ. അടിയന്തരാവസ്ഥ കാലത്ത് ക്രൂരമായ പീഡനത്തിൻ്റെ അനുഭവം കിട്ടാൻ പറ്റിയിട്ടില്ല. പക്ഷെ അന്ന് മുതൽ ഇങ്ങോട്ട് RSSകാരുടെയും മറ്റ് തീവ്രവാദികളുടെയും കൊലക്കത്തിക്കരയായിട്ടുള്ളത് അനുഭവങ്ങളുണ്ട്. മാറാട് പോയ അനുഭവം പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ. സാർ, ഇതൊക്കെ ഞങ്ങൾ ഏത് സമയത്തും ഞങ്ങളെടുത്ത നിലപാടുകൾ, ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും ഇട്ടിരിക്കുന്നവർ വിവിധ പ്രക്ഷോഭങ്ങളിലാണ്. AKG പോലുള്ള ആളുകൾ മിച്ചഭൂമി സമരത്തിൽ നടത്തിയ സമരം, അതിനു മുമ്പ് നടത്തിയ സമരങ്ങൾ, ഒളിവിൽ കഴിഞ്ഞത് ഒക്കെ ആവേശപൂർവ്വം കാണുന്നതാണ് ഞങ്ങൾ. ഇവിടെ സമരങ്ങളുടെ ഭാഗമായിട്ടല്ല, മനഃപൂർവ്വം ഇത് ചെയ്യാൻ ശ്രമിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഇടതുപക്ഷത്വം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു പ്രചരണം ഉണ്ടല്ലോ. ഈ നാട്ടിലെ സാധാരണ ഉന്നതികളിലും സാധാരണക്കാരൻ്റെ ജീവിതത്തിലും വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ, ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ, എല്ലാ മേഖലയിലും. നേരത്തെ ഇന്നലെ ഡെപ്യൂട്ടി സ്പീക്കർ സംസാരിക്കുമ്പോൾ പറഞ്ഞു, നമുക്ക് 1957 9% ആളുകൾക്ക് കേരളത്തിൽ, അങ്ങനെയല്ലേ പറഞ്ഞു, 9% ആളുകൾക്ക് സ്വന്തമായിട്ട് ഭൂമിരേഖ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ 97 പറഞ്ഞെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇന്ന് കേരളത്തിൽ 97% ആളുകൾക്കും സ്വന്തമായിട്ട് ഭൂമിയുടെ രേഖ ഉണ്ടാവണമെങ്കിൽ അതൊരു കാഴ്ചപ്പാടാണ് സാർ. കേരളത്തിൽ വീടില്ലാത്ത ആളുകളൊന്നും അവശേഷിക്കരുതെന്ന് പറഞ്ഞിട്ട് 5.25 ലക്ഷം ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്ത ഒരു ഗവൺമെൻറ്റാണിത്. ഇനി 2-3 ലക്ഷം പേർക്ക് കൊടുത്താൽ ഒറ്റയാൾക്കും വീടില്ലാത്ത ഒരു അവസ്ഥയില്ല. പട്ടയം കൊടുത്തത് ലക്ഷക്കണക്കിന് പട്ടയമാണ്. ഞാൻ ആ ബഡ്ജറ്റിൻ്റെ കണക്കിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ഇല്ലാത്ത വളരെ അപൂർവ ആളുകളാണ്. കറണ്ട് കട്ടില്ലാത്ത 10 വർഷം. സാർ, ഇത് സഭയിൽ അവരും കൂടെ പറയേണ്ടതാണ്. അവരില്ലാത്തതുകൊണ്ട് അത്രയും പറയാൻ അവർ കേൾക്കുന്നില്ല. പക്ഷേ ഇത് ജനങ്ങളാ കേൾക്കേണ്ട കാര്യമാണ്. ഇത് മറുപടി കേൾക്കുന്നതുകൊണ്ടാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനകത്ത് ഈ നമ്മുടെ ബഡ്ജറ്റിനകത്ത് പറയുന്ന ക്യാപിറ്റൽ അല്ലാതെ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇരട്ടി തുകയാണ് സാർ കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികൾ വഴി നമ്മൾ നടപ്പിലാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ സാർ ഇവിടെ ഇപ്പോഴും പറയുന്നില്ല. ഞാൻ ഓരോ മേഖലയിൽ ഇപ്പം SC/ST മേഖലയിൽ സ്കോളർഷിപ്പും അതുപോലെ ലംസം ഗ്രാൻറ്റും ഒക്കെ കിട്ടുന്നതിനെപ്പറ്റി നേരത്തെ ഒരു കോവിഡ് കഴിഞ്ഞ സമയത്ത് ഒരു പരാതി ഉണ്ടായിരുന്നു. കോവിഡ് സമയത്ത് കുറേ പേർ കുട്ടികൾ കിട്ടിയില്ല. ഇപ്പോഴും ചിലത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ സഭയിൽ നോക്കി, മന്ത്രിയായിട്ടും ചെക്ക് ചെയ്തു. ഒരൊറ്റ രൂപയും കുടിശ്ശികയില്ലാതെ മുഴുവനും കൊടുത്തു തീർക്കുന്നതിനുള്ള നിലപാടെടുത്തുകൊണ്ട് കൊടുത്തു തീർത്തിട്ടുണ്ട്. 1000 കോടിയാണ് കോവിഡ് സമയത്തെ മാത്രം പഴയത് കൊടുത്തു തീർത്തത്. ഇപ്പോഴും ചെക്ക് ചെയ്തു. ഏതെങ്കിലും ബിൽ വിജയനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് 2024 അത് ലംസം ഗ്രാന്റ് ഉൾപ്പെടെ പുതുക്കി നൽകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ SC പ്രൊമോട്ടർമാർ, ഇവർക്കൊക്കെ തന്നെ ചെറിയ രൂപത്തിൽ ഈ കാലാനുസൃതമായ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ ഈ മേഖലയിൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ ഫണ്ട് മാറ്റിവെച്ച ഒരു അനുഭവം വളരെ നല്ല രീതിയിലുണ്ട്. അഭിനന്ദിക്കുകയാണ്. ഇക്കാര്യത്തിനകത്തും ഒരു പരിഗണന ഉണ്ടാകുമോ എന്നാണ് എൻ്റെ. അതിനകത്ത് എന്തായാലും അത് കൺസിഡർ ചെയ്യുന്ന വിഷയങ്ങൾ തന്നെയാണ് സാർ. ഞാൻ പറഞ്ഞത് ആ മേഖലയിൽ മുഴുവൻ പണവും കൊടുത്തു തീർക്കുക എന്ന് മാത്രമല്ല, വിദേശത്തേക്കടക്കം പഠിക്കാൻ കുട്ടികൾ പോകുന്ന സംവിധാനം ചെയ്തത്. ഞാനിത് പറഞ്ഞത് ഈ മേഖലയിലുള്ള ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടാണ്. ഇനിയും അക്കാര്യത്തിനകത്ത് വർധന വേണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ സമീപനം. സാർ, ഓരോരോ വിഷയങ്ങളെടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ. ഇപ്പം നമ്മളിതിനകത്ത് ബഡ്ജറ്റിനകത്ത് ഹരിതകർമ്മസേനയ്ക്കും ലോട്ടറി തൊഴിലാളികൾക്കും ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ആശയും അംഗൻവാടിയും പ്രീ പ്രൈമറിയും സാക്ഷരതാ പ്രേരകും പിന്നെ സ്കൂൾ പാചക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ വേതനത്തിൽ വർധന വരുത്തി. അപ്പോൾ ആശ ഒന്ന് പറഞ്ഞു പോയിട്ടൊന്ന് പറയാം, ബാക്കി ഞാൻ എടുക്കാം. ആശാപ്രവർത്തകരുടെ മറ്റ് ചില പ്രവർത്തകരും ചോദിച്ചപ്പോൾ നവംബറിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ആ കാര്യം തന്നെ അതിന് ഫണ്ട് മാറ്റി വെച്ചാണോ? ഞാൻ പറഞ്ഞു അല്ല, 1000 രൂപ നേരത്തെ അന്ന് അനൗൺസ് ചെയ്ത് തുടരും. 1000 രൂപയുടെ 2000 രൂപ വർധനയാണ് 2000 രൂപ വർധനയാണ് തന്നത്. അതേസമയം കേന്ദ്ര ഗവൺമെൻറ് 12 വർഷമായി ഞങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര ഗവൺമെൻറ് അല്പം കൂട്ടണം. 12 വർഷത്തിൽ ഒന്നും കൂട്ടിയിട്ടില്ല, 1500 രൂപ മറ്റേ ഉള്ളൂ, ഇപ്പോഴും കൂട്ടിയിട്ടില്ല. സാർ, ഇതാണ് കേന്ദ്രത്തിൻ്റെ സമീപനം. അത് നോക്കിയിട്ടല്ല നമ്മൾ ഇത് കൊടുക്കാൻ തീരുമാനിച്ചത്. സാർ, ഇപ്പോഴും ചില മേഖലയിൽ ചിലത് കൊടുക്കാനുണ്ട്. അതിനെ സംബന്ധിച്ച് ഞാൻ ആ കാര്യം പറയാം. സാർ, ക്യാൻസർ, ലെപ്രസി, എയ്ഡ്സ്, ക്ഷയം തുടങ്ങിയ മേഖലകളിൽ ഉള്ള 1000 രൂപ എന്ന് പറഞ്ഞാൽ എത്രയോ കാലമാണെന്നറിയോ ക്യാൻസർ രോഗികൾക്ക് നിരന്തരമായ ആവശ്യമായിരുന്നു. അതിപ്പോൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചു. സാർ, സർക്കാർ ജീവനക്കാരുടെ DA, DRന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിനകത്ത് ഈ പെൻഷൻ, പങ്കാളിത്ത പെൻഷനകത്തും വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം തീരുമാനിച്ചു. ശമ്പള കമ്മീഷൻ്റെ നടപടിക്രമം ഉടൻ തന്നെ തുടങ്ങും. സാർ, സ്കൂൾ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ്
പിന്നെ ഇൻഷുറൻസ് അത് ഈ വർഷം തന്നെ നടപ്പിലാക്കി തുടങ്ങുക എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത് സാറേ, ഇൻഷുറൻസ് പദ്ധതി. സാർ, ഈ തൊഴിലാളികളും പിന്നെ കർഷകരും എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന നാട്ടിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളുടെ സത്യസന്ധത അവർക്ക് അറിയാവുന്ന തന്നെ ഞാൻ വിശ്വസിക്കുന്നു സാർ. ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ പറയാറുണ്ട്, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. അമിതമായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് പിന്നെ ആളെ ഇല്ല. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ വർഷവും കൂടുതലാണ് സാറ്. 1,60,000 കോടിയിൽ നിന്ന് 2,30,000 കോടിയിലേക്ക് എത്തുമ്പോൾ ആ അനുസരിച്ച് എല്ലാ മേഖലയിലും അതിൻ്റെതായ വർധനവുകളും കാര്യങ്ങളും വരുന്നുണ്ട് സാർ. സാർ, ഈ നമ്മുടെ നാട്ടിലിപ്പോൾ റോഡുകൾ BMBC ഇല്ലാത്ത റോഡുകൾ പൊതുവെ ഇല്ല. നമ്മുടെ ഈ അടിസ്ഥാന വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല റോഡുകളാണ്. ആ റോഡുകളിൽ തന്നെ പഞ്ചായത്ത് റോഡൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ BMBC മതി എന്നാണ് ആളുകൾ പറയുന്നത്. അതാണിപ്പോൾ ഞങ്ങൾ നേരിടുന്ന MLA-മാർ നേരിടുന്നൊരു പ്രശ്നം. BMBC എല്ലായിടത്തും ആവാൻ പറ്റില്ല. പക്ഷേ റോഡുകളുടെ കാര്യത്തിൽ ഇത്രയേറെ റോഡുള്ള സംസ്ഥാനമില്ല. പക്ഷേ അവിടേക്ക് പിന്നെ എല്ലാം ഈ മാറ്റം വന്നിട്ടുണ്ട് സാർ. സാർ, കേരളം കടക്കണിയിലാണ് എന്ന് പറഞ്ഞതിൻ്റെ കാര്യവും അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തോടെ ചേർത്ത് വരേണ്ടത്. കടക്കണിയിലല്ല എന്നുള്ളതുകൊണ്ടാണ് സാർ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ വയനാട് ഒരു തുരങ്കപ്പാത ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടെ ഇവർ പറയത്തുള്ളൂ പറഞ്ഞു. ഇപ്പോൾ അത് തുരങ്കപ്പാത പണി തുടങ്ങി സാർ. അടുത്ത കുറച്ച് കാലം 1-2 അതിപ്പം സമയമെടുക്കുന്ന ഇതാണ്. 1-2 വർഷം കഴിയുമ്പം ആ പഴയ കുതിരവട്ടം പപ്പുവിൻ്റെ സിനിമയിൽ പറയുന്ന ആ താമരശ്ശേരി ചുരത്തിൽ കൂടി ഇങ്ങനെ ആ റോഡ് റോളർ ഉരുണ്ട് വരുന്നതാണല്ലോ ഇപ്പോഴത്തെയും തമാശയിൽ ഇങ്ങനെ കാണിക്കുന്നത്. ആ റോഡ് റോളർ ഇങ്ങനെ ഉരുണ്ട് വരുന്നത് ആ താമരശ്ശേരി ചുരം ഇപ്പം ശരിയാക്കി തരാം എത്രയോ കാലം UDF പറഞ്ഞു സാർ. ആ താമരശ്ശേരി ചുരത്തിൽ താഴേന്ന് നേരെ ടണലിൽ കൂടെ കയറി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടണൽ പൂർത്തീകരിക്കുന്ന തരത്തിലേക്ക് കാര്യം ചെയ്യും. ഇത് ഓരോ സ്ഥലത്തുമുണ്ട്. ഞങ്ങളൊരു പുതിയ പഠനം പറഞ്ഞത് ഇപ്രാവശ്യം. അത് പറഞ്ഞത് നമ്മുടെ ഇടുക്കിയിലാണ്, കട്ടപ്പനയെന്ന് തേനി. അതൊരു പഠനമാണ് സാർ. വരട്ടെ. 32 കിലോമീറ്റർ മലയോരത്തിൽ കൂടെ കയറി പോകുമ്പോൾ നേരെ അങ്ങ് എത്താൻ പറ്റും. 8 കിലോമീറ്റർ കൊണ്ട് തേനിയിലെത്താം. 8 കിലോമീറ്റർ ചെന്നാൽ അവിടെ വരെ റെയിൽവേ ഉണ്ട് സാർ. ഇടുക്കിയും വയനാടും പോലുള്ള പ്രദേശങ്ങൾ ഇടുക്കിയിൽ നിന്ന് താഴോട്ടും എന്നോടൊരു പ്രമുഖനായ ഒരു കേരളത്തിലെ ഒരു സെലിബ്രിറ്റി പറഞ്ഞത്, ഞാൻ ഇടുക്കിയിൽ പോയി താമസിക്കും, അത്രയും നല്ല കാലാവസ്ഥയൊക്കെയുള്ള സ്ഥലം, പക്ഷേ അവിടെ എത്തിപ്പെടാനുള്ള താമസമാണ് സാർ. സത്യത്തിൽ സ്വിറ്റ്സർലാൻഡ് പോലെ നമ്മുടെ ആ മരിയൻ കോളേജിൻ്റെ ആ ഭാഗത്തൂടെയൊക്കെ പോകുമ്പോൾ സ്വിറ്റ്സർലാൻഡ് പോലെ ഇരിക്കുന്നൊരു സ്ഥലമല്ലേ സത്യത്തിൽ. ഞാൻ സ്വിറ്റ്സർലാൻഡിൽ പോയിട്ടില്ല, ചിത്രം കണ്ടതേ ഉള്ളൂ. അപ്പോൾ ചിത്രം കണ്ടതാണല്ലേ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഇതാണല്ലോ. പക്ഷേ അത്രയും മനോഹരമായ സ്ഥലങ്ങളിൽ നല്ല ഒന്നാന്തര ക്ലീൻ ഇന്ത്യയിൽ ഏറ്റവും നല്ല അന്തരീക്ഷ വായു കിട്ടുന്ന ജില്ലകളിലൊന്നാണത്. ഇടുക്കി ആയിട്ടെ വയനാടായിക്കോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള സൗകര്യങ്ങൾ നമ്മളിനിയും പൊട്ടൻഷ്യൽ കൂടുതൽ ഉപയോഗിക്കണം. അത് ആരോഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാവുക എന്നൊക്കെ പറയുന്നതിനകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സാർ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളിൽ പുതിയ റോഡുകളുടെ കാര്യത്തിൽ സാർ ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു കാര്യം പറയാം. നമ്മുടെ റെയിൽവേയുടെ കാര്യത്തിൽ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് നിവേദനം കൊടുത്തപ്പോൾ ശബരി റെയിൽവേയുടെ കാര്യത്തിനകത്ത് നമ്മൾ പണം കൊടുക്കാമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ ഇടപെട്ട് പറഞ്ഞു അത് എത്രയും പെട്ടെന്ന് തുടങ്ങണം. ശബരി റെയിൽവേ അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിച്ച് വിഴിഞ്ഞത്തേക്ക്, അത് കിഴക്കൻ മേഖലയിലൂടെ റെയിൽ ലൈനോടെ വരത്തക്കുവത്തിലേക്ക് കാര്യങ്ങൾ നടക്കണം. അതിന് ഒരു പഠനം നടത്താൻ വേണ്ടിയിട്ട് അല്പം പണം മാറ്റിവെക്കുന്നു സാർ. കാരണം അതിൻ്റെ സർവേ, കാരണം നമ്മുടെ ഒരു സമീപനമാണ്, അതിനുള്ള പണവും ഇതിനകത്ത് നമ്മൾ മാറ്റിവെക്കുന്നു സാർ. സാർ, ഈ കടക്കണിയുടെ കാര്യം പറയുന്നതിൻ്റെ ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞ കടക്കണി എന്ന് പറഞ്ഞാൽ ഒരു കടക്കണിയില്ല. വാസ്തവത്തിൽ നമുക്ക് ഈ DA കുടിശ്ശിക മാത്രമേ ഉള്ളൂ സർക്കാരിന് കൊടുക്കാനുണ്ടായിരുന്ന ഒരു കാര്യം. അതല്ലാതെ ഒരു കടക്കണിയില്ല. ഈ കിഫ്ബി ഉൾപ്പെടെയുള്ള സ്ഥാപനം വന്നപ്പോൾ നമ്മുടെ ബോറോയിങ് അവർ വെട്ടിക്കുറച്ചു. എന്നിട്ട് പോലും ഇങ്ങനെ പോവാണ് സാർ. ഇത് നമുക്ക് ഇപ്രാവശ്യം വീണ്ടും കേന്ദ്രം വെട്ടിക്കുറച്ചിട്ടുണ്ട്. കേരളത്തിന് മാത്രമല്ല എല്ലാവർക്കും വെട്ടിക്കുറച്ചു. ഈ ബഡ്ജറ്റിനകത്ത് അവരിപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റ് 16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പറഞ്ഞേക്കുന്നത് ആ ധനകാര്യ കമ്മീഷൻ്റെ കണക്കനുസരിച്ചിട്ട് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നിർത്തണമെന്ന് ധനകാര്യ കമ്മീഷൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് എന്തായാലും അതിലൊരു തീരുമാനം എടുത്തിട്ടില്ല. ATR-നകത്ത് പറഞ്ഞേക്കുന്നത് നോട്ടഡ് എന്നാണ്. അതുകൊണ്ട് ബഡ്ജറ്റ് അവസാനിപ്പിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി എന്തെങ്കിലും പോസിറ്റീവായിട്ട് വരുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എന്നാൽ പോലും കടക്കണിയിലാകാതെ നമ്മൾ പോകുന്നു. നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പരിഹരിച്ച് ഇപ്പം ഇല്ല. പക്ഷേ എപ്പോഴും എന്തിനാണ് ഈ കടക്കണിയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത്? കേരളം ആകെ തകർന്നെന്ന് തോന്നിക്കാനാണ് സാർ. ഏതിനാണ് സാർ പണം കൊടുക്കാതെ? ഏതിനാണ് പണം കൊടുക്കാത്തത്? ഞാനതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, പൂച്ച വെറ്റ് കിടക്കുമ്പം നമ്മുടെ കേരളത്തിലെ ഖജനാവിലെ പൂച്ച കറൻസി നോട്ടുകളാണോ സാർ പ്രസവിക്കുന്നത്? എല്ലാവർക്കും പൈസ കിട്ടുന്നുണ്ടല്ലോ, എല്ലാ മണ്ഡലത്തിലും ആവശ്യത്തിന് പൈസ കിട്ടുന്നുണ്ടല്ലോ, എല്ലാ സ്ഥലത്തും പുതിയ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ബോർഡൊക്കെ അവർ വെക്കുന്നുണ്ട്.
ഏതാ പ്രതിപക്ഷം എന്ന നിലയിൽ ഭരണപക്ഷം എന്നുള്ള വ്യത്യാസമുണ്ടോ? അപ്പോൾ ഈ നമ്മുടെ ഇവിടുത്തെ പൂച്ച പ്രസവിക്കുന്നത് എന്തുവാ? ഈ കറൻസി നോട്ടാണ് സാർ. ഒരു കാര്യത്തിലും നമ്മൾ പുറകോട്ട് പോകുന്നില്ല. ഞങ്ങൾ എന്തുകൊണ്ട് അവർ പറയാൻ ശ്രമിക്കുന്നത് സർക്കാർ ജീവനക്കാരെ ആകെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക. അതാണ് നിങ്ങൾക്ക് ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് തരത്തില്ല കേട്ടോ. സാധാരണ ജനങ്ങളോട് ഇവർ പറയുന്നുണ്ട് പെൻഷൻ തരത്തില്ല, 2000 ആക്കി തരാനില്ല കേട്ടോ. സാർ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കൃത്യമായി കൊടുക്കുമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിച്ച ഞങ്ങൾ തന്നെയാണ്. കൊടുക്കും. ഞങ്ങൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ സാർ ഇതിനകത്ത്. സാർ ഇങ്ങനെ ഈ കടക്കടിയുടെ കാര്യം പറഞ്ഞും ഓരോന്ന് പറഞ്ഞും പറയാം. ക്രമസമാധാനത്തിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. വർഗീയ രഹളകൾ ഉണ്ടാക്കാനായിട്ട് കേരളത്തിൽ ഒരു അവസരവും അത്തരം ശക്തികൾക്ക് കിട്ടുന്നില്ലല്ലോ സാർ. ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് സാർ ഈ ബജറ്റിനകത്ത് ഞങ്ങൾ ഏത് മേഖലയാണ് സാർ ടച്ച് ചെയ്യാത്തത്? എല്ലാ മേഖലയിലും ടച്ച് ചെയ്ത്, എല്ലാ മേഖലയിലും, ഞാൻ എല്ലാ വകുപ്പുകളുടെ കാര്യങ്ങളും എടുത്തു പറയുന്നില്ല, എല്ലാ മേഖലയിലും ഞങ്ങൾ ടച്ച് ചെയ്തു. കേരളത്തിൻ്റെ ദേശീയപാത മാത്രമല്ല, മലയോര പാതയും തീരദേശ പാതയും വരുന്നു. MC റോഡിന് കുറച്ച് സ്ഥലമെടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ 7 ബൈപ്പാസാണ് പറഞ്ഞേക്കുന്നത് സാർ. കൊട്ടാരക്കര ബൈപ്പാസിൻ്റെ പ്രവർത്തനം നേരത്തെ തന്നെ തുടങ്ങി. അത് അതിൻ്റെ 11 നോട്ടിഫിക്കേഷൻ വരെ ആയിട്ടുണ്ട്. പടം വന്നാൽ മതി. ബാക്കി ഇനിയിപ്പോൾ കൊലഞ്ചേരി ബൈപ്പാസിൻ്റെ കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ബൈപ്പാസ് അല്ല അതിന് കാര്യങ്ങൾ ഇടപെടുന്ന കാര്യം സാർ. അതൊക്കെ ആ പ്രാദേശികമായിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം സാർ. നമ്മുടെ കിളിമാനൂരും അതുപോലെ ചടയമംഗലവും ആയൂരും കൊട്ടാരക്കരയും പന്തളവും ചെങ്ങന്നൂരും ആദ്യഘട്ടമാണ്. പിന്നീട് അങ്ങോട്ട് വരും. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള റോഡ് സാർ. അപ്പോൾ സാർ ഈ റോഡുകളെല്ലാം വരുന്നു സാർ. അങ്ങനെ ഓരോ മേഖലയിലും ഈ സൗകര്യങ്ങൾ വരുന്നു. പിന്നെ ഗെയിൽ പൈപ്പ് ലൈനൊക്കെ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ടുള്ള കാര്യം പറയേണ്ടതല്ല സാർ. വിഴിഞ്ഞം നടപ്പിലാക്കിയതിനെ പറ്റി ആവർത്തിച്ച് പറയണ്ട. പക്ഷേ ഇതൊരു വലിയ സംഭവമല്ലേ സാർ? ആരുടെ സ്വപ്നം കണ്ടിരുന്നു സാർ? ഞങ്ങളവിടെ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് സമരം നടത്തിയിട്ടുള്ളതാണ്. ലാത്തി ചാർജ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെല്ലാം കൂടെ പോയി ഈ ലീല ഹോട്ടലിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ പണ്ട് പോയിട്ട് ഞാൻ DYF ഓൾ ഇന്ത്യ പ്രസിഡൻ്റ് ആയിരിക്കും വലിയ ജാഥ നടത്തി സാർ. അന്ന് പിന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ ആ സമരം ഉദ്ഘാടനം ചെയ്തത് ഞാൻ ഓർക്കുന്നു സാർ. അന്ന് വിഴിഞ്ഞം നടക്കുമെന്ന് വിചാരിച്ചോ സാർ? ഇപ്പോൾ വിഴിഞ്ഞം നടന്നു എന്ന് മാത്രമല്ല, പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കപ്പലുകളോട് വരുന്നു എന്ന് മാത്രമല്ല, 2045 തീരേണ്ട 17 വർഷം മുമ്പ് അത് തീർക്കേണ്ട തരത്തിലേക്ക് ഇപ്പോൾ നമ്മൾ ആ പദ്ധതി മുന്നോട്ട് പോലും സാർ. ഇത് നടപ്പിലാക്കുമ്പോൾ ഒരൊറ്റ രൂപ പോലും കേന്ദ്രം അതിനായിട്ട് തന്നില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് ഞാനിവിടെ പറയുകയാണ്. എന്നിട്ട് നമ്മൾ ചെയ്തു. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പിന്നെ ലോണായിട്ട് തന്നു സാർ. ഒരു രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നിരന്തരമായ 1 വർഷക്കാലം സമരം നടത്തി സാർ. ഇങ്ങനെയൊക്കെ സമരം നടത്തി നമ്മൾ ഇതെല്ലാം. പക്ഷേ അത് ചെയ്തു വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമില്ല. എന്നിട്ട് സാർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി 2ാം ഘട്ടത്തിൻ്റെ തർക്കലിട്ടു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവോട് സംസാരിച്ച് അദ്ദേഹം പെട്ടെന്ന് പോയി ചെയ്തു. ഇതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ ഇതെല്ലാം കൊണ്ടുവന്നത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. ഉമ്മൻചാണ്ടി സാറിനോടൊക്കെ ഞങ്ങൾക്ക് ബഹുമാനമൊക്കെ ഉണ്ട്. സാർ EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തുടങ്ങിയതാണ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അത് കുറച്ചുകൂടി മുന്നോട്ട് പോയി. ആ സമയത്ത് ടെൻഡർ വിളിച്ചു സാർ. അന്ന് ടെൻഡർ വിളിച്ച കമ്പനിയുടെ ജോയിൻറ്റ് പാർട്ട്ണർ ചൈനീസ് കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് പ്രതിരോധ മന്ത്രാലയം അനുവാദം തന്നില്ല. പ്രതിരോധ മന്ത്രാലയം അന്ന് പ്രതിരോധ മന്ത്രി ശ്രീ AK ആയിരുന്നു. അന്ന് അനുവാദം തന്നിരുന്നെങ്കിൽ അന്ന് തന്നെ 2006, 2011 അന്ന് LDF ഒരു സമീപമെടുത്ത് സ്ഥലമെല്ലാം എടുത്തതാണ് സാർ. അന്ന് സ്ഥലം എടുത്താണ് സാർ. അതിനുശേഷം പിന്നെ പോയി ഇവരെ കരാറൊക്കെ വെച്ചു. കരാറിനെ പറ്റിയൊക്കെ വിവാദങ്ങളുണ്ടായി. എന്തായാലും ഇത് നടപ്പിലാക്കി തുടങ്ങി ഏറ്റവും കൂടുതൽ അതിൻ്റെ പണി നടത്തിയത് ഈ ഗവൺമെൻറ് കാലത്ത്. കാരണം കോവിഡ് കാരണം കുറേ താമസിച്ചു പോയി. അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് മുന്നോട്ട് പോയി സാർ. സാർ ഇതൊക്കെ യാഥാർത്ഥ്യമാക്കി മുന്നോട്ട് പോകുമ്പോൾ ആ മേഖല മാത്രമല്ല നമ്മൾ നോക്കുന്നത്. നെല്ലിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു നേരത്തെ. ബഹുമാനപ്പെട്ട മെമ്പർ സംസാരിക്കുമ്പോൾ നെല്ലിൻ്റെ വില അല്പം കൂട്ടുന്ന കാര്യം പറഞ്ഞു സാർ. ഇന്ന് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി ഒരു കത്ത് വന്നതിനെ പറ്റി പറഞ്ഞ കാര്യം ഞാൻ അപ്പം പറഞ്ഞു. 30 രൂപ നിങ്ങൾ കൊടുക്കുന്നു, അത് ശരിയല്ല. അത് 30 രൂപ എന്ന് പറഞ്ഞാൽ 21-22 രൂപയാണ് കേന്ദ്രം തരുന്നത്. നിങ്ങൾ ഇത്രയും പൈസ അങ്ങനെ വാരിക്കോരി കൊടുത്ത് ശീതശീലം പഠിപ്പിക്കണമെന്നുള്ള തരത്തിൽ. അതുകൊണ്ട് എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു കത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഇവിടെ വന്നതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതാണ് സാർ കേന്ദ്ര ഗവൺമെൻറ് സമീപനം. അവിടെ മാത്രമല്ല, റബ്ബറിൻ്റെ കാര്യത്തിൽ സാർ 250 രൂപയാക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ബാക്കി പണം കേന്ദ്രം തരണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന 5 കൊല്ലമായിട്ട് ആവശ്യപ്പെടുക. ഇപ്പോൾ ഈ 5 വർഷം കൊണ്ട് സാർ 150 നിന്ന് 200 ആക്കിയത് ഈ 5 വർഷം കൊണ്ടാണ്. 170 ആയത് 2021 ഏപ്രിൽ 1 170 ആയത് 20 രൂപ, പിന്നെ ഒരു 10 രൂപ കൂട്ടി. ഇപ്പോൾ വീണ്ടും ഒരു 20 രൂപ കൂടെ കൂട്ടി. അങ്ങനെ സാർ 200 രൂപയാക്കി. 200 രൂപ എന്ന് പറഞ്ഞാൽ കൃഷിക്കാർക്കൊരു തറവില, അത്രയെങ്കിലും കിട്ടത്തക്ക വിധത്തിലേക്ക് കാര്യങ്ങൾ പോകണം. അതിന് പണവും മാറ്റി വെച്ചിട്ടുണ്ട് സാർ. ആ പണം ഞാൻ വെച്ചത് ബഡ്ജറ്റ് പ്ലാൻ ഡോക്യുമെൻ്റിലുണ്ട്. അത് കൂട്ടി വെച്ചിട്ടുണ്ട് സാർ. ഇനിയും കൂടുതൽ ആഗ്രഹമുണ്ട് സാർ നമുക്ക്. അത് കേന്ദ്രത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതനുസരിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ നമുക്ക് ആക്കാൻ പറ്റും സാർ. ഇങ്ങനെ ഓരോ മേഖലയിലും നമ്മൾ വിപണി ഇടപെടലിൻ്റെ കാര്യത്തിൽ, അത് വിപണി ഇടപെടലിൻ്റെ കാര്യത്തിൽ നമ്മുടെ സിവിൽ സപ്ലൈസിന് ഉൾപ്പെടെ വെച്ചിട്ടുള്ള പണം ബഡ്ജറ്റിൽ പറഞ്ഞാണ് ഞാനെടുത്ത് ആവർത്തിക്കുന്നില്ല സാർ. സാർ ഇതെല്ലാം നമ്മൾ ചെയ്തത് നമ്മുടെ തനത് വരുമാനം 1,27,000 കോടി രൂപയിലധികം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സാർ.
തനത് നികുതിയേതര വരുമാനം 25,000 കോടിയോളമാണ് സാർ വർദ്ധിപ്പിച്ചത്. അങ്ങനെ 1,52,645 കോടി രൂപ നമ്മൾ വർദ്ധിപ്പിച്ചു. സാർ നമ്മുടെ ചെലവിലും ഇതേപോലെ നമ്മൾ വർധനയുണ്ടാക്കി. സാർ അതുകൊണ്ടാണ് ശരാശരി നമ്മൾ 1,70,70,000 കോടി എന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സാർ നമ്മുടെ ബജറ്റിൻ്റെ വലിപ്പം കൊണ്ട് മാത്രം കാര്യമില്ല, അതനുസരിച്ച് നാട്ടിലെങ്ങനെ ഗുണമുണ്ടാവും എന്നുള്ളതാണ്. സാർ നമ്മുടെ നാട്ടിൽ 5 വർഷക്കാലം കൊണ്ട് വലിയ മാറ്റം, 10 വർഷക്കാലം കൊണ്ടുണ്ടായ മാറ്റങ്ങൾ ഞാൻ എടുത്തു പറയുന്നില്ല, വലിയ തോതിൽ തന്നെ നമുക്ക് മാറ്റം ഉണ്ടായി. ഇതെല്ലാം ഉള്ളപ്പോഴും ഓരോ വർഷം, ഈ വർഷം മാത്രം 17,000 കോടിയാണ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വെട്ടിക്കുറച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു കുറവൊന്നും കൂടാതെ 17,000 കോടി ഈ വർഷം മാത്രം വെട്ടിക്കുറച്ചു. അത് നമ്മുടെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കുറച്ചു, മറ്റു കാര്യങ്ങൾ GST തരേണ്ട ഒരു കാര്യം ഉൾപ്പെടെ കുറച്ച്. സാർ ഇങ്ങനെ ഉള്ള സംഗതി ഉണ്ടായിട്ട് പോലും നമ്മൾ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാം. സാർ ഈ കാര്യമൊക്കെ നമുക്ക് പാർലമെൻറ്റിൽ പറയേണ്ടതാരാണ് സാർ? പാർലമെൻറ്റിൽ പറയേണ്ടത് കേരളത്തിൻ്റെ പ്രതിനിധികളാണ്. ദൗർഭാഗ്യവശാൽ കേരളത്തിൽ നിന്നുള്ള 20 ഇലക്ടഡ് MPമാരിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഇടതുപക്ഷം. ബാക്കിയെല്ലാം ഒരാൾ BJPയും, ബാക്കി 18. BJP ആണെങ്കിലും അദ്ദേഹം UDF ആയിട്ട് സഹകരിച്ച് തന്നെ പോകുന്നതാണ്, അതിനൊന്നും തർക്കമൊന്നുമില്ല. അവിടെ ഈ കാര്യമൊന്നും പറയുന്നില്ല സാർ, പറയുന്നില്ല എന്ന് ഞാൻ സമ്മതിച്ചു സാർ. പക്ഷേ അവിടെ പോയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താ? കേരളത്തിലെ അതിദാരിദ്ര്യ മുക്തമായല്ലോ, അതുകൊണ്ട് ഇനി തൊട്ട് ഈ റേഷൻ കൊടുക്കുമോ, കൊടുക്കാതിരുന്നൂടെ? ഏതാ നമ്മുടെ ഈ ചില പദ്ധതി ഉണ്ടല്ലേ, ഏറ്റവും അതിദരിദ്രരായി കൊടുക്കുന്ന റേഷൻ. സാർ കേരളത്തിലെ 2 MPമാർ, കൊല്ലം MPയും കോഴിക്കോട് MPയും ചോദിച്ചത് ചോദ്യമാണ്, കേരളത്തിൽ അതിദാരിദ്ര്യ മുക്തമായതുകൊണ്ട് ഇനിമേൽ ഈ റേഷൻ കാർഡുകൾക്ക് റേഷൻ കൊടുക്കുമോ എന്ന് പറഞ്ഞാൽ റേഷൻ കൊടുക്കണ്ട കേട്ടോ എന്നാണ്. ഇതാണ് കേരളത്തിൽ നിന്ന് പോയി ചെയ്യുന്ന സഹായം. പിന്നൊരു ചോദ്യം ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്, സഹകരണ മേഖലയിൽ നിന്ന് പണം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിനായിട്ട് മാറ്റിവെക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ പെൻഷനും മറ്റും വർദ്ധിപ്പിച്ച സമയത്ത് സഹകരണ മേഖലയിലെ പണം വരുന്നതിനുണ്ടെങ്കിൽ അതിന് തടസ്സം ഉണ്ടാക്കാൻ. സാർ നല്ല ആളുകളെയാണ് സാർ. നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിനെ ഉറപ്പിച്ചു നിർത്തുന്ന അതിൻ്റെ കുറ്റി തന്നെ ഊരി ഈ ഗവൺമെൻറ്, ഞാൻ പറഞ്ഞത് ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ്റൊന്നും അല്ലല്ലോ, ഇടതുപക്ഷ ഗവൺമെൻറ് മാത്രമല്ലോ, കേരളത്തിലെ ഗവൺമെൻറ് അല്ലേ, കേരളത്തിലെ ജനങ്ങളുടെ ഗവൺമെൻറ് അല്ലേ, ജനങ്ങളുടെ മേലിൽ ഒരു പന്തല് പോലെ അവർക്ക് ഒരു തണൽ നൽകാൻ നിൽക്കുന്നതല്ലേ ഗവൺമെൻറ്. ആ പന്തലിൻ്റെ കുറ്റി, ഗവൺമെൻറ്റിൻ്റെ കുറ്റി ഊരാൻ വേണ്ടി ഡൽഹി പോകുന്ന ആളുകളാവാമോ സാർ നമ്മുടെ MPമാർ? അവിടെ പോയി അതല്ലേ ചെയ്യുന്നത്, അവിടെ പോയി ഇത് വീഴട്ടെ എന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കുക. ഇങ്ങനെ 2 ചോദ്യം ഇപ്പോൾ ചോദിച്ചതിൻ്റെ അനുഭവമുണ്ട് സാർ. സാർ ഈ കേരളത്തിലെ പ്രതിപക്ഷം ഈ കാര്യം ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് സാർ ഇക്കാര്യമൊക്കെ പറയേണ്ടി വരുന്നത്. സാർ ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഭാവിയാണ് സാർ പ്രശ്നം. അത് ഈ നാടിൻ്റെ ഇവിടെ എല്ലാ മെമ്പർമാരും പറഞ്ഞതുപോലെ കേരളത്തിൽ എത്ര പണമുണ്ടെങ്കിലും അതിനേക്കാളും വലിയ സമ്പത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐക്യമാണ്, ഒരുമയാണ്. സാർ ഇവിടെ ഇപ്പോൾ ഉണ്ടായതല്ല ഇത്, ഇടതുപക്ഷത്തിന് വലിയ പങ്ക് അതിനകത്തുണ്ട്. പക്ഷേ കേരളത്തിലെ ചരിത്രം എടുത്താൽ ആ പങ്കില്ലേ സാർ? കേരളത്തിലെ വാസ്കോഡി ഗാമ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരുന്ന ആളുകളുടെ ഡയറി കുറിപ്പ് ചിലത് പുറത്തു വന്നിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ഉദ്ദേശം പൗരസ്ത്യ മേഖലയിലെ ക്രിസ്തീയ ജീവിതം എങ്ങനെയാണെന്ന് അറിയാനാണ്. അന്ന് ക്രിസ്ത്യാനികളുണ്ട് ഇവിടെ. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, കോഴിക്കോട് ഒരു ക്ഷേത്രത്തിൽ പോകുന്ന ഇതോടൊരു പഴയ പള്ളിയുണ്ട്, അമ്പലമായ പക്ഷേ ഇവർ തെറ്റിദ്ധരിച്ച് എഴുതി. അവിടുത്തെ ആളുകളൊക്കെ ഒരുമാതിരി മണ്ണൊക്കെ മേത്തിങ്ങനെ പുരട്ടും, ഒരു ചരടിങ്ങിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള അന്നത്തെ ഒബ്സർവേഷൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അന്ന് വരുമ്പോഴേ അതുണ്ട്. നമ്മുടെ കൊല്ലത്ത് കാദിശാ പള്ളി വളരെ പഴക്കമുള്ളതാണ്, പഴയ തടിപ്പള്ളിയാണ്, 1000-600 വർഷം പഴക്കമുള്ളതാണ്. സർ പോർച്ചുഗീസുകാർ വന്നിട്ട് ക്രിസ്ത്യൻ സഭ അവരുടെ കത്തോലിക്ക സഭയുടെ ആരംഭം കുറിക്കുന്നതിന് മുമ്പ് കൊല്ലത്തെ കത്തോലിക്ക ബിഷപ്പുണ്ട്, ചുമതലയുണ്ട്. ഇസ്ലാമിൻ്റെ ചരിത്രം ഇന്നലെ കൊടുങ്ങല്ലൂരിൻ്റെയും ചെയർമാൻ മസ്ജിദിൻ്റെ ഒക്കെ കാര്യമൂടെ പറഞ്ഞല്ലോ, എത്ര പഴക്കമുള്ളതാണ്. അയ്യപ്പനും വാവരും എന്ന് പറയുന്ന സങ്കല്പം സാർ ഈ കേരളത്തിലല്ലാതെ ഇന്ത്യയിലെ ലോകത്ത് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ സാർ? അയ്യപ്പനും വാവരും അതൊരു ചെറിയ കാര്യമാണ്. ആ സൗഹൃദം ക്രിസ്ത്യൻ വീടുകളിൽ നിന്ന് എണ്ണ പകർന്നു കൊടുത്താലേ വിളക്ക് കത്തിക്കൂ, ദീപാരാധനയ്ക്കെടുക്കൂ, ഉത്സവത്തിനെടുക്കൂ എന്ന് പറഞ്ഞ വിശ്വാസമുള്ള ക്ഷേത്രങ്ങളുണ്ടല്ലോ, പരവൂരും വർക്കലയുടെ അതിർത്തിയിൽ അങ്ങനെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. സാർ ഈ കുടുംബങ്ങളും ബന്ധങ്ങളും എല്ലാം പരസ്പരമുള്ളത്. അവിടെ വർഗീയതയുടെ അപകടം പാടില്ല എന്നുള്ളതേ നമ്മൾ പറയുന്നുള്ളൂ, എല്ലാവർക്കും ജീവിക്കണം. സാർ കേരളത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് അമ്പലത്തിൽ പോകാനും പള്ളിയിൽ പോകാനും തടസ്സമുണ്ടോ? കുർബാന കൈക്കൊള്ളാനും നിസ്കരിക്കാനും ദീപാരാധന വരാനും തടസ്സം ഉണ്ടാകാൻ പാടില്ല. കടകളിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകുമ്പം ചോറ്റുപാത്രം വന്ന് ആരും തുറന്നു നോക്കി ഇതിനകത്ത് എന്താണെന്ന് നോക്കാൻ പാടില്ല. സാർ അതാണ് സാർ, വർഗീയതയും വിശ്വാസവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ സാർ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് സാർ. അമ്പലത്തിലും പള്ളിയിലും പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും നല്ലത് വരണമെന്നേ പറയാൻ പറ്റൂ. കാണിക്കയിടുമ്പോൾ കടുവാപ്പള്ളിയിലോ വേറെ ക്ഷേത്രത്തിലോ പള്ളിയിലോ കാണിക്കയിടുമ്പം ദൈവമേ എല്ലാവർക്കും നല്ലത് വരണം എന്ന് പറയണം. വണ്ടി ഓടിക്കുന്ന ആളുകൾ പൈസ ഇടുമ്പോൾ ദൈവമേ എനിക്ക് നല്ലത് വരണം, വണ്ടിക്ക് അപകടം ഉണ്ടാവരുതെന്ന് പറയും.
അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് നല്ലത് വരണം, എൻ്റെ അയലത്തുകാരനുണ്ട് അവൻ്റെ തല ഇടുത്തി വീഴണമെന്ന് പറയാൻ പറ്റുമോ? അത് അമ്പലത്തിൽ എടുക്കത്തില്ല. പള്ളിയിൽ പോയി കാണിക്കിടുമ്പോൾ എൻ്റെ വണ്ടി നല്ലപോലെ വേണം, എൻ്റെ പുറകിൽ എൻ്റെ ഒരു ബന്ധു വരുന്നുണ്ട്, അല്ലെ അയൽക്കാരൻ വരുന്നുണ്ട്, അവൻ്റെ ടയർ പൊട്ടി അവൻ കക്കച്ചാടി മരിക്കണമെന്ന് പറയാൻ പറ്റുമോ? സാർ, ഇങ്ങനെ അപകടം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതാണ് വർഗീയവാദം. എല്ലാവർക്കും നല്ലതുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതാണ് വിശ്വാസം. വളരെ സിമ്പിളാണ്. വിശ്വാസവും വർഗീയവാദവും തമ്മിൽ അതേ ഉള്ളൂ വ്യത്യാസം. ആ വിശ്വാസികളുടെ കൂടാണ് സാർ ഞങ്ങൾക്കെതിരായി നിൽക്കുന്നവൻ ചാവണമെന്ന് ആഗ്രഹിക്കുന്നതാണ് വർഗീയവാദി. ആ വർഗീയവാദിയുടെ കൂടെ ഞങ്ങൾ നിൽക്കില്ല. അതുകൊണ്ടാണ് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്ന് ഞങ്ങൾ പറയുന്നത്. എരിയും പറയും. ഞങ്ങൾ മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും സിഖുകാരൻ്റെയും എല്ലാവരുടെയും കൂടിയാണ്, പരസ്പരം കൂടിയാണ്. ആ മതവിശ്വാസം എന്ന് പറഞ്ഞാൽ ലോക സമസ്ത സുഖിനോ ഭവന്തുവാണ്, ലോകത്ത് എല്ലാവർക്കും നല്ലതുണ്ടാവണമെന്നാണ്. ആ മതവിശ്വാസത്തെ അതിശക്തിപ്പെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷം അവസാനത്തെ ശ്വാസം വരെ ഉണ്ടാവും ആ മതവിശ്വാസത്തെ സംരക്ഷിക്കാൻ. അതിനൊന്നും യാതൊരു സംശയം വേണ്ട. സാർ, ഇവിടെ മതത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നതാണ്. പൊളിറ്റിക്സിനകത്തേക്ക് രാഷ്ട്രീയത്തിനകത്ത് മതം കടക്കാൻ പാടില്ല എന്നുള്ളത് വ്യവസ്ഥാപിതമായ സംവിധാനമാണ്, ലോക രാഷ്ട്രീയത്തിലുള്ളതാണ്. സാർ, ഇത് അപകടകരമായ സ്ഥിതിയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ചും ന്യൂനപക്ഷത്തിന് പ്രതിലോഭകരമായി വരുന്നതാണ് അത്തരം വർഗീയത. ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹം ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടണമെന്നാണ്. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും പരസ്പരം വർഗീയത കളിച്ചാൽ ഈ നാട്ടിലുണ്ടാകുന്ന അപകടത്തെപ്പറ്റി നമ്മൾ ധാരാളം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യൻ അനുഭവം തന്നെ ഉണ്ട്. സാർ, ആ അപകടത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു, അതിന് എല്ലാത്തരം പിന്തുണയും കൊടുക്കുന്നു എന്നുള്ള രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ നല്ലതല്ല സാർ. പൗരത്വ നിയമത്തിന് SIRന്റെ കാര്യം പോലും പോയി പറയല്ലേ സാർ. SIR കൊണ്ടുവന്നതിന് ഇടതുപക്ഷ ഗവൺമെന്റ് അതിന്റെ കൂടെ നിൽക്കുന്നു. വീടുകളിൽ പോയി ചർച്ച ചെയ്യുന്ന കാര്യം ഞാൻ പറയാം, രഹസ്യമായിട്ട് പാവപ്പെട്ട വീടുകളിൽ പോയി പറയാം. സാർ, SIRനെതിരെ അതിശക്തമായ നിലപാടെടുത്തിട്ടുള്ള ഏത് സർക്കാരാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. നമ്മുടെ സർക്കാർ സുപ്രീം കോടതിയിൽ പോയി, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെന്നല്ലേ ഇടതുപക്ഷം സുപ്രീം കോടതിയിൽ പോയി, ഇവിടെ പ്രത്യേക കക്ഷി യോഗം വിളിച്ചു, പ്രമേയം പാസ്സാക്കി, എല്ലാം ചെയ്തില്ലേ സാർ? ഈ പൗരത്വ നിയമം കൊണ്ടുവരുമ്പോൾ പൗരത്വ നിയമത്തിനെതിരെ നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ SIRനെതിരെ പറഞ്ഞില്ലേ? ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്നത് എപ്പോഴും ഇടതുപക്ഷമല്ലേ. ഇടതുപക്ഷത്തിന് അത്തരം കാര്യങ്ങൾ അതുപോലും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ഇവർ കൊണ്ടുപോകണം സാർ. സാർ, ഇത് അവർക്ക് ഈ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല സാർ. ബാബറി മസ്ജിദിൻ്റെ തകർക്കലിൻ്റെ സമയം തൊട്ടിങ്ങോട്ട് കോൺഗ്രസ് എടുക്കുന്ന സമീപനത്തെ സംബന്ധിച്ചൊക്കെ ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്നതാണ് സാർ. ആ ആവർത്തനം ഇപ്പോൾ വീണ്ടും വർഗീയത ഉപയോഗിച്ച് തന്നെ രാഷ്ട്രീയത്തെ കളിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ചർച്ച ചെയ്ത വിഷയം ഞാൻ കൂടുതൽ പറയുന്നില്ല. ശ്രീ കെ കരുണാകരനെ കാണാൻ പോലും സമ്മതിക്കാതിരുന്ന സോണിയാഗാന്ധിയോട് മനം മടുത്ത് അതിൻ്റെ വിഷമത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എനിക്ക് മാറി നിൽക്കേണ്ടി വരുമെന്ന് ഗദ്ഗതകണ്ഠനായി പോയ കരുണാകരനെ പോലെയുള്ള ആളുകൾ, മൂപ്പനാരെ പോലെയുള്ള ആളുകൾ, നിരവധി ആളുകളുണ്ട് പണ്ട്, അവിടേക്ക് സുഗമമായി കടന്നു ചെന്ന് അടുത്തിരുന്ന് ഫോട്ടോ എടുക്കാൻ, ഏലസ് കെട്ടിക്കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ സാർ എന്തോ അപകടമുണ്ട്. അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട് സാർ. അതുകൊണ്ടാണ് ഇവിടെ ചർച്ചയിൽ നിന്നും ഇരിക്കാത്തത്. അതുകൊണ്ടാണ് സാർ സാറിൻ്റെ ഡയസിലേക്ക് ചാടിക്കയറുന്നത്. അതുകൊണ്ടാണ് സാർ ഞങ്ങൾ പെട്ടെന്ന് പ്രകോപനം ഉണ്ടായിട്ട് തുടങ്ങുക സമരം എന്ന് പറഞ്ഞിട്ട് മിനിഞ്ഞാന്നേ പോസ്റ്റർ അടിച്ചുകൊണ്ട് വരുന്നത്, മിനിഞ്ഞാന്നേ ബാനർ അടിച്ചുകൊണ്ട് വരുന്നത്. ഇവിടെ വന്നിട്ടാണ് സമരം ആലോചിച്ചതെന്ന് പറയുന്നത്. പക്ഷേ ഇവർക്ക് അതൊന്നും അതീന്ദ്രിയമായ കഴിവുണ്ട്, അതുകൊണ്ട് ഉടൻ തന്നെ വലിയ ബാനറുമായിട്ടാണ് വരുന്നത് സാർ. സാർ, അത് പറയുന്നത് ഇവിടെ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഇന്ന് ഹൈക്കോടതി പറഞ്ഞതിനെപ്പറ്റി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതിനെപ്പറ്റി വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ. ഹൈക്കോടതി പറഞ്ഞത് ഈ അന്വേഷണത്തെ സംബന്ധിച്ച് വിശ്വാസം ഏർപ്പെടുത്തിക്കൊണ്ട്. സാർ, ആരെയും വിശ്വാസം വേണം സാർ, ആരെയും വിശ്വാസം വേണ്ടേ സാർ? CBI അന്വേഷണം വേണ്ടാന്ന് പറഞ്ഞു, ഇവിടുത്തെ വിശ്വാസം പറഞ്ഞു. ഇവിടെ വേണ്ടാന്നല്ലേ പറഞ്ഞു, മാറ്റി വെച്ചു ഭരിച്ചു. എന്തായാലും അന്വേഷണത്തെ സംബന്ധിച്ച് നല്ല അഭിപ്രായം പറഞ്ഞല്ലോ സാർ. ശരിയായ ദിശയിലാണ് അന്വേഷണം നടക്കുന്നതെന്ന് പറഞ്ഞു സാർ. ഇതിനകത്ത് എന്തിനാണ് ഈ പുകമറ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഏതെങ്കിലും കുറ്റം കാണിച്ചിട്ട് ആരെങ്കിലും കുറ്റവാളി ഉണ്ടെങ്കിൽ നോക്കിയാൽ പോലെ. ഇവിടെ രാവിലെ മുഖ്യമന്ത്രിയുടെയും പിന്നെ ഈ ഒരു പോറ്റിയുടെയും കൂടെ പടം ഇങ്ങനെ കാണിക്കുന്നു. ഏത് മോർഫ് ചെയ്തുണ്ടാക്കിയ പോലെയാണെന്ന് കണ്ടാലേ അറിയാം. ഒരു ആംബുലൻസ് കൊടുക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരു പടം എടുക്കുന്നതും ഞാൻ ഈ പറഞ്ഞ പോലെ 10-80 അതിസുരക്ഷിതമായ, ഇപ്പോൾ നമ്മുടെ നേതാക്കന്മാർക്ക് പോലും, കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന നേതാക്കന്മാർക്ക് പോലും പോയി കയറാൻ പറ്റാത്ത തരത്തിലേക്ക് ഉള്ള സ്ഥലത്ത് പോയിട്ട് എടുക്കുന്നത് വീണ്ടും അത് വിവാദമാക്കുന്നതിനാ. വിവാദമാക്കാൻ അവർക്ക് എന്തോ താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുമായിട്ട് നടക്കത്തില്ലല്ലോ. ഇവിടെ പറഞ്ഞ പോലെ ഈ കാര്യത്തിനകത്ത് എന്തോ ഉന്നിട്ടുണ്ടവർ. അത് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ സോണിയാഗാന്ധിയെയും കൂടി കുറച്ച് വിവാദത്തിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും, നമുക്കറിയില്ല. എന്തോ ഒരു കാര്യം അതിനകത്ത് അത് ചെയ്യുന്നുണ്ട് സാർ. സാർ, ഞങ്ങൾ ഈ സർക്കാരിനെ തകർക്കാൻ വേണ്ടി എല്ലാ തരത്തിലും ഉള്ള ശ്രമങ്ങൾ ഇവർ നടത്തുകയാണ്. അതിൻ്റെ ലക്ഷ്യമായിട്ടാണ് ഇവിടെ വേണ്ടത്ര കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോലും അവർ തയ്യാറാവാതെ ഈ കാര്യങ്ങൾ നടക്കുന്നത്. സാർ, ഇവിടെ ഏറ്റവും സാധാരണക്കാരൻ്റെ എല്ലാ മേഖലയിലും എന്തെങ്കിലും എല്ലാം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള സർക്കാരാണ്. അതിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യാസമുണ്ട്. ഞാനീ പറഞ്ഞ ഏറ്റവും സാധാരണക്കാരുടെ ജീവിതം മുതൽ പ്രായമുള്ളവർക്ക് ഇത്രയേറെ നമ്മളിപ്രാവശ്യം ബഡ്ജറ്റിനകത്ത് ജെൻഡർ ബഡ്ജറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യവും നമ്മൾ അവതരിപ്പിച്ചു. പ്രത്യേകിച്ചും വയോജന ബഡ്ജറ്റ് ഉൾപ്പെടെ
സാർ എല്ലാ മേഖലയിലും ഈ കാര്യങ്ങൾ ചെയ്തു തന്നെയാണ് നമ്മൾ പോകുന്നത്. അത് കൂടുതൽ പോകും. അതുകൊണ്ട് ആ മേഖലയിലുള്ള ചെയ്ത ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാവുമെന്ന് വിചാരിച്ചിടത്ത് തൊഴിലുറപ്പ് പദ്ധതി 1000 കോടി രൂപ മാറ്റിവെച്ചു. സാർ അതേ സമയത്ത് തന്നെ കുടുംബശ്രീയുടെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കുടുംബശ്രീയുടെ കാര്യത്തിൽ 130 ഐറ്റങ്ങൾക്ക് ഒരു മാർക്കറ്റിംഗ് അവരുടെ പ്രൊഡക്റ്റ് തന്നെ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് പാക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്യാനൊരു സംവിധാനമുണ്ട്. 22 കോടിയാണ് അതിന് നമ്മൾ മാറ്റിവെച്ചത് വാല്യൂ ആഡ് പ്രൊഡക്ട്സിന്. സാർ ഉന്നതികളിൽ അതുപോലെ നമ്മുടെ ആളുകൾക്ക് പിന്നെ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ പിന്നെ മറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്ലാനിനകത്ത് വെച്ചിട്ടുണ്ട് സാർ. നമ്മുടെ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഇപ്പോൾ ധാരാളം സംരംഭകർ ഉയർന്നിരുന്നു സാർ. അവർക്ക് പ്രത്യേക സഹായം കൊടുക്കാൻ ഇതിനകത്ത് പണം വെച്ചിട്ടുണ്ട് സാർ. സാർ കശുവണ്ടി മേഖലയിൽ ധാരാളം പദ്ധതികൾ വെച്ചിട്ടുണ്ട്. കയർ മേഖലയിലും കശുവണ്ടി മേഖലയിലൊക്കെ കുറച്ചുകൂടി ചില പ്രത്യേക പദ്ധതികൾക്ക് പണം വെക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് പണം വെക്കുന്നുണ്ട്. കശുവണ്ടി മേഖലയിൽ സ്വകാര്യ വ്യവസായ മേഖല ഉൾപ്പെടെ വലിയ തകർച്ചയിലാണ്. അതിന് പ്രത്യേക പുനരുജ്ജീവന പാക്കേജ് ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അവിടെ കേന്ദ്രീകരിച്ച് ഫുഡ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഫുഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാൻ പറ്റും ആ കശുവണ്ടി ഫാക്ടറിയുമായി ബന്ധപ്പെടുത്തി. അതിനുള്ള ഒരു സ്കീം കൂടെ പറയുകയാണ് സാർ. അത് ചെയ്ത് അതിന് കുറച്ച് സഹായം ചെയ്താൽ വ്യവസായ വകുപ്പിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ആ ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ആ പിന്നെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സാർ. ഇങ്ങനെ ഓരോ മേഖലയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ട് സാർ. ഇതിനകത്ത് ഞാനിപ്പോൾ പിന്നെ വന്ന എല്ലാ കാര്യങ്ങളും എടുത്തു പറഞ്ഞില്ല സാർ. നമ്മുടെ ഇവിടെ നേരത്തെ പറഞ്ഞതിനകത്ത് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഇവിടെ മെമ്പർമാർ ഇപ്പോൾ ഈ സമയത്തും കൂടി എഴുതിക്കൊണ്ട് തരുന്നുണ്ട്. അതെല്ലാം ഈ സമയത്ത് ആഡ് ചെയ്യാനുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുമുണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ വളരെ പിന്നെ നിർബന്ധമായും ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇവിടെ പിന്നെ കൂട്ടിച്ചേർക്ക് പറയുകയാണ് സാർ. സാർ ഈ വന്യമൃഗ മേഖലയിൽ വനത്തിൻ്റെ മേഖലയിൽ ഈ വിളനാശം ഉണ്ടാകുന്ന പ്രശ്നമുണ്ട് സാർ. വിളനാശം വളർത്തുമൃഗങ്ങൾ എന്നിവയ്ക്കുണ്ടാകുന്ന വളർത്തുമൃഗങ്ങൾ നഷ്ടം തുച്ഛമാണ്. ഇത് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തുക സംബന്ധിച്ച് അത് കൃത്യമായി പരിശോധിച്ച് അത് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട് സാർ. ആ മേഖല വലിയ ഒരു ആവശ്യം തന്നെയാണ് സാർ. സാർ ഈ പരിക്ക് പറ്റിയവർക്ക് ദീർഘകാലമായിട്ട് കിടക്കേണ്ടി വരുന്നുണ്ട്. ചിലരൊക്കെ ദീർഘകാലമായി കടന്നു പോകുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ കൊടുക്കുന്ന വളരെ പരിമിതമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരമാണ്. അതിന് നഷ്ടപരിഹാരമല്ല ചികിത്സയ്ക്കൊരു നോക്കാൻ വേണ്ടി അതിന് കുറച്ചുകൂടി വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം വന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഫോറസ്റ്റ് വനംവകുപ്പിൻ്റെ തന്നെ പ്രത്യേക ഒരു ആവശ്യം എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഈ കാര്യം ശ്രദ്ധപ്പെടുത്തുന്നത്. അപ്പോൾ ആ കാര്യത്തിനകത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം സാർ. സാർ ഞാനത് പറഞ്ഞോട്ടെ, എല്ലാം നിർത്തുമല്ല സാർ. ഈ കാശുവിൻ്റെ മേഖലയിൽ അവർക്ക് ഈ ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നതിനുള്ള കുറച്ചുകൂടി പണം അനുവദിക്കണമെന്നുള്ളത് വ്യവസായ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം സംബന്ധിച്ച് നോക്കിയിട്ട് പിന്നെ സമീപമെടുക്കാം. അത് എന്നുള്ള നടപടി സ്വീകരിക്കും സാർ. കയറിൻ്റെ മേഖലയിലും അതുപോലെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കുടിശ്ശിക കുറേ പണം കൊടുക്കാനുണ്ട്. അതിനുള്ള പണം നൽകുന്നതിന് സ്റ്റെപ്പ് എടുക്കാം. അത് ഇവിടെ ബഡ്ജറ്റിൽ ഇപ്പോൾ പറയേണ്ടതില്ല. ഇപ്പോൾ കറണ്ട് ഇയറിൽ തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റെപ്പുകൾ എടുക്കാം സാർ. ഖാദി മേഖലയിലും കൈത്തറി മേഖലയിലും അതുപോലെ കുറച്ച് പണം കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിന് ആവശ്യമായ സ്റ്റെപ്പ് എടുക്കാം. കളമശ്ശേരി മണ്ഡലത്തിലെ ആലുവ ആലങ്ങാട് റോഡിൻ്റെ വീതി കൂട്ടുന്നതിനും പോളിടെക്നിക്കിൻ്റെ ഓഡിറ്റോറിയം സംബന്ധിച്ചും ചില നടപടികളെന്ന് പറഞ്ഞാൽ അതും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. അതൊക്കെ നിലവിലുള്ള കാര്യങ്ങളെന്ന നിലയില്ല. അത് ഇത് പറയുകയാണ് സാർ. പിന്നെ ഈ എല്ലാം പറയുന്നുണ്ട് സാർ. ഈ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ തുക വർദ്ധിപ്പിച്ച സമയത്ത് അതിൻ്റെ കൂടെ എടുത്ത് പറയേണ്ട 1-2 മേഖല വിട്ടുപോയിട്ടുണ്ട്. അതൊന്ന് എടുത്ത് പറയുകയാണ്. ഒന്ന് ഈ കരാർ തൊഴിലാളി ഡെയിലി വേജസുകാരുണ്ട്. അവർക്ക് 5% അവരുടെ വേതനം 5% വർദ്ധിക്കുന്നു സാർ. 1 ലക്ഷത്തോളം ആളുകളാണ് സാർ. വലിയൊരു നമ്പറാണ്. 5% വർദ്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അന്ന് വിട്ടുപോയ ചില മേഖലകളുണ്ട്. ഇപ്പം വിശ്വകർമ്മ പെൻഷൻ അത് 1600 അത് 2000 ആക്കുന്നു. ഇതുപോലുള്ള ഞാൻ ഒരെണ്ണം എടുത്ത് പറഞ്ഞില്ല. അതുപോലെ ചില മേഖലകളിൽ ഈ വിട്ടുപോയിട്ടുണ്ട്. അല്ല അതുപോലെ എല്ലാം ഇല്ല. ഈ ചിലത് 500 പേര് 100 പേരൊക്കെയുള്ള പല മേഖലയിലുണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് എടുത്ത് കൂട്ടാവുന്നതാണ്. അത് ജനറലി പറയാം സാർ. SC പ്രൊമോട്ടർമാർ SC പ്രൊമോട്ടർ അവർക്ക് 1000 രൂപ വീതം വർദ്ധിപ്പിക്കുകയാണ് സാർ. അവരുടെ സാർ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സാർ ലംസം ഗ്രാൻഡ് അത് വർദ്ധിപ്പിക്കേണ്ടതാണ്. ആ മേഖലയെ 10% വർദ്ധിപ്പിക്കുന്നു. 10% അവർക്ക് വർദ്ധിപ്പിക്കുകയാണ് സാർ. അതൊരു വലിയ മേഖല, വലിയൊരു നമ്പർ സ്റ്റുഡൻസ് വരുന്നതാണ്. അവർക്കുള്ളത് വർദ്ധിപ്പിക്കും സാർ. ഇവിടെ പിന്നെ നമ്മുടെ പ്രൊഫഷണൽ സ്റ്റേജ് കലാകാരന്മാരുടെയും നാടക കലാകാരന്മാരുടെയും അതായത് പ്രൊഫഷണൽ നാടകം ഉൾപ്പെടെ ആ മേഖലയിൽ സാംസ്കാരിക വകുപ്പാണ് നോക്കുന്നത്. അതിന് 5 കോടി രൂപ അധികമായിട്ട് വകയിരുത്തും സാർ. ചെറുകിട വ്യവസായികൾക്ക് ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഉണ്ടായിരുന്നു സാർ. അവർക്ക് 1 കോടി രൂപ അവരുടെ പദ്ധതിയെ സഹായിക്കാൻ വേണ്ടി 1 കോടി രൂപ അതിൻ്റെ കൂടെ നമ്മൾ വകയിരുത്തുന്നുണ്ട് സാർ. സാർ കണ്ണൂർ ഹജ്ജ് ഹൗസിന് ഇപ്പം പ്ലാനിൽ തന്നെ ഒരു പരിപാടി വെച്ചിട്ടുണ്ട്. ഒരു 5 കോടി രൂപയും കൂടി അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചേറെ കോസ്റ്റ്ലി ആവുന്നതാണ്. 5 കോടി രൂപയും കൂടി ഇതിൽ കൂടെ അനുവദിക്കുകയാണ് സാർ. ഹജ്ജ് ക്യാമ്പിന് സാധാരണ കുറച്ച് സഹായം ചെയ്യാറുണ്ട്. കണ്ണൂർ ഹജ്ജിൻ്റെ ക്യാമ്പ്
എയർപോർട്ടിനോട് ചേർന്നാണ്. അതിന് ഈ വർഷത്തേക്ക് 1 കോടി രൂപ അനുവദിക്കുന്നു. കഴിഞ്ഞ വർഷം അനുവദിച്ചിരുന്നതാണ്, ഈ വർഷം 1 കോടി രൂപ അനുവദിക്കുന്നു സാർ. സാർ, ഇതിനകത്ത് കുറേയേറെ പിന്നെ റോഡുകളുടെയും പാലങ്ങളുടെയും ഒക്കെ ഉണ്ട്. അത് ഞാൻ ഓരോന്നും എടുത്ത് വായിക്കുന്നില്ല, ഇവിടെ ടേബിൾ ചെയ്യാം സാർ, അതായിരിക്കും സൗകര്യം. പിന്നെ കാസർഗോഡ് തിക്കളിപ്പൂർ ചന്തേര റെയിൽവേ ഓർബിച്ച് അങ്ങനെ അതിന് 5 കോടി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് സാർ. എന്നാൽ പൊതുവായ കാര്യങ്ങൾ ഞാൻ പറയാം സാർ. കരകൗശല വികസന കോർപ്പറേഷന് അതിൻ്റെ ഓഫീസും സാധനമൊക്കെ ഒന്ന് മോഡർണൈസ് ചെയ്യുന്ന 50 ലക്ഷം രൂപ, അവരുടെ ഓഫീസിൻ്റെ പൊളിഞ്ഞു കിടക്കുന്നതിൻ്റെ 50 ലക്ഷം രൂപ അതിന് വെക്കുന്നുണ്ട്. ഹോർട്ടി കോർപ്പിന് 1 കോടി രൂപ അവരുടെ പ്രവർത്തനത്തിന് ഗ്രാൻഡായിട്ട് 1 കോടി രൂപ അത് വെക്കുന്നുണ്ട്. VF അത് ഹോർട്ടിക്കൾച്ചർ മിഷൻ അത് MLA തന്നെ പിന്നെ ശ്രദ്ധപ്പെടുത്തി ചർച്ച പറഞ്ഞിരുന്നതാണ്. പിന്നെ സാർ VFPCK ഉണ്ട് സാർ. VFPCK നല്ല പ്രവർത്തനം നടത്തുന്നതാണ്. അവർക്ക് ഈ റെഫ്രിജറേറ്റഡ് ഗോഡൗൺസ് ഒന്നുമില്ല. ഇപ്പോൾ വെഴിഞ്ഞൊക്കെ വന്ന സാഹചര്യത്തിൽ പച്ചക്കറിയും മറ്റ് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട്, ഫ്രൂട്ട്സൊക്കെ കളക്ട് ചെയ്തിട്ട് റെഫ്രിജറേറ്റഡ് ഗോഡൗൺ വെച്ചിട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ അവർക്കൊരു 5 കോടി രൂപ അതിനായിട്ട് പ്രത്യേകം വകയിരുത്തണം സാർ. അപ്പോൾ അത് നമ്മുടെ കാർഷിക മേഖലയെ കുറച്ച് സഹായം ചെയ്യും സാർ. സാർ, ലൈബ്രറി കൗൺസിൽ ലൈബ്രറിമാർക്ക് പണമൊക്കെ വർദ്ധിപ്പിച്ചു, പക്ഷേ ലൈബ്രറി കൗൺസിലിന് അത്രയും പണമില്ല. അതുകൊണ്ട് 5 കോടി രൂപ അവർക്ക് ഒരു പ്രത്യേക ഗ്രാൻഡായിട്ട് അവർക്ക് നൽകുന്നുണ്ട് സാർ. സാർ, ഈ കോട്ടയം നാഗമ്പടം മഹാദേവ ക്ഷേത്രവുമായിട്ടൊരു പിൽഗ്രിം സെൻറ്റർ, വളരെ പഴക്കമുള്ള ഈ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പിന്നെ വന്നിട്ടുള്ള അതിന് 2 കോടി രൂപ തീർത്ഥാടന ടൂറിസത്തിന് വേണ്ടി വെക്കും സാർ. സാർ, ഈ അരൂർ തുറവൂർ പഞ്ചായത്തിലെ കുടിവെള്ളം ഇന്നിപ്പോൾ പിന്നെ ദിലീമ MLA ഇവിടെ സംസാരിക്കാൻ പറഞ്ഞാണ്. അവിടെ വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ് അവിടുത്തെ കുടിവെള്ള ക്ഷാമം. 22 കോടി രൂപയുടെയാണ് ടാങ്ക്, അതിന് പണം വെച്ചിട്ടില്ല. കുടിവെള്ളം വലിയ പ്രശ്നമാണ്. അവിടെ 5 കോടി രൂപ ഈ വർഷം വെക്കുന്നു. ബാക്കി ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ തുടങ്ങി വ്യക്തം ആ പണി നടത്താൻ പറ്റുന്നതാണ് സാർ. ഏറ്റവും വലിയ കുടിവെള്ള പ്രശ്നമുള്ള സ്ഥലമാണ് സാർ. കൈത്തറി സഹകരണ സംഘങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനം ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. അടിസ്ഥാന സൗകര്യ വികസനം വെച്ചാൽ പല ഫാക്ടറികളും നല്ല തുണിയൊക്കെ ഉണ്ടാക്കുന്നതിലും താഴെയും അല്ലെങ്കിൽ അതിന് പിന്നെ ഓടൊക്കെ പൊളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു 5 കോടി രൂപ വെക്കുന്നു. അത് വകുപ്പ് നോക്കി ഓരോ സംഘത്തിനായിട്ട്. ഇപ്പം കണ്ണൂർ പിന്നെ തളിപ്പറമ്പ് കല്യാശ്ശേരി കൈത്തറിയാണ്, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഇത് അവിടുന്ന് കൈത്തറി ഷർട്ടാണ് സാർ. അപ്പോൾ നല്ല ഒന്നാന്തരം തുണി അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്, നല്ല പിന്നെ പ്രൊഡക്ഷനാണ്. അപ്പോൾ അവിടെ മാത്രമല്ല സാർ, നമുക്ക് പിന്നെ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ബാലരാമപുരം കൈത്തറി, ചേന്ദമംഗലം കൈത്തറി. ഇപ്പോൾ സാറേ എൻ്റെ മണ്ഡലം വെളിയത്തുൾപ്പെടെ സാധാരണ കൈത്തറി സംഘങ്ങൾ 4-5, അവിടെ ഇത്രയില്ല, 5 കൈത്തറിയുണ്ട്. പരവൂരുണ്ട്, ചാത്തന്നൂരൊക്കെ എല്ലാ സ്ഥലത്തും കൈത്തറി ഉണ്ട് സാർ. ആ കൈത്തറി സംഘങ്ങളിൽ നല്ല ജോലി ഇപ്പോൾ നടക്കുന്നു. കുറച്ചുകൂടെ ടെക്നോളജി അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നു സാർ. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിരന്തരമായി ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. അവരുടെ അതിവർഷാനുകൂല്യത്തിന് കുറച്ചുകൂടി പണം 50 കോടി രൂപ അതിനായിട്ട് പറ്റുന്നുണ്ട് സാർ, അതിന് അടുത്ത വർഷത്തേക്ക്. സാർ, റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിന് സഹായമായിട്ട് 1 കോടി രൂപ വെച്ചിട്ടുണ്ട്. ആ ക്ഷേമനിധി ബോർഡിനുള്ള സഹായമാണ് അവരുടെ. സാർ, അയ്യങ്കാളി പ്രതിമ കൊല്ലത്ത് വളരെ പഴക്കമുള്ള ഒരു പ്രതിമയാണ്. അത് പിന്നെ SN കോളേജിനടുത്ത് അതിനൊരു 20 ലക്ഷം രൂപ അത് പുതുക്കിയൊന്ന് പണിയണം എന്നൊരു ആവശ്യപ്പെട്ട് അവർ പറഞ്ഞിട്ടുണ്ട് സാർ. ഈ സാർ പിന്നെ ഈ ചില പ്രത്യേക പഴയ ഈ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പാമ്പാടി ജോൺ ജോസഫിൻ്റെ കേന്ദ്രം, പിന്നെ നമ്മുടെ മഹാത്മാ കണ്ടൻ വെളുമ്പൻ, അങ്ങനെ 3-4 റിക്വസ്റ്റുകൾ ആ മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ട് അവരുടെ പഠിക്കാൻ. അതിനുള്ള കാര്യങ്ങൾ വെക്കുന്നുണ്ട്. അതുപോലെ സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിയാണ്, അവിടെ ഒരു പഠന കേന്ദ്രമുണ്ട്. അതിന് സഹായത്തിന് അദ്ദേഹം ജന്മശതാബ്ദി എന്നതിൽ 2 കോടി രൂപ വെക്കുന്നുണ്ട്. പിന്നെ സാർ ഈ അതല്ലേ പറഞ്ഞു. ഇപ്പം ഞാനിതെല്ലാം എല്ലാം വെച്ചോളാം സാർ. കുറച്ച് ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് അത് ഞാൻ വെക്കാം. ഇതിനകത്ത് കണക്കുകൂട്ടി വന്നതിനകത്തില്ല, വെക്കാം. ഈ സാർ, നമ്മുടെ ഞാൻ പറഞ്ഞത് 5-10 ലക്ഷമൊക്കെ ആയിരിക്കും. പക്ഷേ എന്നാലും ആവശ്യമെന്നാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം. അവിടെ 5 ലക്ഷം രൂപയുള്ളൂ. 5 ഇപ്പോൾ കൂട്ടിയായിരുന്നു. അതിന് പിന്നെ ഒരു 5 ലക്ഷം രൂപയും കൂടി. അങ്ങനെയുള്ള എല്ലാം വായിക്കണ്ടല്ലോ സാർ. ഞാൻ അതിൻ്റെ എല്ലാം പിന്നെ ഇവിടെ ടൈയും കൂടി വെച്ചോളാം. ഇതുപോലുള്ള പറഞ്ഞല്ലോ സാർ. ഇവിടെ ഞാനിത് വെച്ചോളാം. ഇപ്പം പിന്നെ മുളവന ചാമുണ്ടിമൂല റോഡിന് 2 കോടി, IHRD ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ കെട്ടിട നിർമ്മാണത്തിന് 5 കോടി, കോങ്ങാട് പത്തിരിപ്പാല ബൈപ്പാസിന് 3 കോടി, കോട്ടമുറി തിരുവേഗപ്പുറ പാലം 5 കോടി, പൊഴിയൂർ മത്സ്യബന്ധന തുറമുഖത്തിന് ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതിന് കൂടെ 5 കോടിയും കൂടി അവിടെ വെക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ലക്കിടി കിള്ളിക്കുരിശ് മംഗലം കുഞ്ചൻ നമ്പ്യാർ സ്മാരകം 5 ലക്ഷം രൂപയുള്ളൂ. കാവലമ്പാറ പഞ്ചായത്തിലെ തെങ്ങുതൈ നഴ്സറിക്ക് 50 ലക്ഷം രൂപ. പിന്നെ മഹാത്മാ കണ്ടൻ വെളുമ്പൻ പഠന കേന്ദ്രം 2 കോടി.
ഇതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട് സാർ. ഇതിനകത്ത് വെക്കുകയാണ്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മളിവിടെ പറയുന്ന സമയത്ത് ഇതിൽ പറയേണ്ട കാര്യമില്ല. അത് കിൻഫ്രയുടെ ഇതിൽ പറയേണ്ട കാര്യമില്ല. അത് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ പറയേണ്ട കാര്യം അഡീഷണൽ പണം വെക്കേണ്ടതല്ല. അതിനകത്ത് ഉള്ളതാണ്. കിൻഫ്രയ്ക്ക് കൊടുത്ത പണത്തിനകത്തുണ്ട്. കിൻഫ്രയ്ക്ക് ഇപ്രാവശ്യം 1000 കോടി എടുക്കാനായിട്ട് വേറൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. വിഴിഞ്ഞത്തിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ട് 1000 കോടി രൂപ ലോൺ എടുത്തിട്ട് ഗ്യാരണ്ടി കൊടുക്കുന്നതും ഇപ്പോൾ വെച്ചേക്കുന്ന കാര്യങ്ങളുണ്ട് സാർ. അത് പറയാം. അംഗൻവാടി ക്ഷേമനിധിക്ക് ചെറിയൊരു തുക പെൻഷൻ, അവരുടെ പെൻഷൻ തുക സഹായിക്കേണ്ടതുണ്ട്. പെൻഷൻ വർദ്ധിപ്പിക്കുന്നതല്ല, ചില കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് ചെയ്യാം. പക്ഷേ ആ ക്ഷേമനിധിക്ക് ചെറിയൊരു സഹായം കൊടുക്കാം. അത് ഈ വർഷം തന്നെ ചെയ്തോളാം. അടുത്ത ബഡ്ജറ്റ് നോക്കേണ്ട കാര്യമില്ല. ഈ വർഷം തന്നെ ആ പണം കൊടുത്തോളാം ക്ഷേമനിധിക്ക്. അതുപോലെ ഈ പാചക തൊഴിലാളികളുടെ അവിടെ വരുമ്പോൾ പിന്നെ പ്രീ പ്രൈമറിയിൽ ആയമാരുണ്ട്, അവർക്ക് 500 രൂപ വർദ്ധിപ്പിക്കണം. ആ 500 രൂപയും വർദ്ധിപ്പിക്കുന്നു. ഇതുപോലെ ചെറിയ ചെറിയ ചില കാര്യങ്ങളുണ്ട്. എൻ്റെ കയ്യിൽ ആ ലിസ്റ്റില്ല. അത് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ 50 പേരും 500 പേരും 300 പേരും ഒക്കെ ഉള്ളതുണ്ട്. പത്രക്കാരുടെ കാര്യം നോൺ ജേർണലിസ്റ്റ് പെൻഷനുണ്ട്. ജേർണലിസ്റ്റ് പെൻഷൻ വന്നു. നോൺ ജേർണലിസ്റ്റ് പെൻഷൻ്റെ കാര്യത്തിൽ വർദ്ധിപ്പിക്കാം. തുക ഇപ്പോൾ ഇല്ലാതെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അതിൻ്റെ കാര്യങ്ങൾ എടുക്കണം. കക്ക വ്യവസായത്തിൻ്റെ കാര്യവും തന്നെ വന്നിട്ടുണ്ട്. കക്ക വ്യവസായത്തിനും ഈ വർഷം തന്നെ വർദ്ധിപ്പിക്കാം. അവർക്ക് കൊടുക്കാം, പണം വെക്കാം. ഇത്തരം കാര്യങ്ങളാണ് സാർ പൊതുവിൽ ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ കുറേ ആവശ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പിന്നെ ബാക്കിയെല്ലാം എഴുതി കൊടുത്താൽ ഓരോന്നോരോന്ന് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ചേന്നമ്പള്ളി റോഡ്, വാമനപുരം മിനി സിവിൽ സ്റ്റേഷൻ, കണ്ണൂർ ഹജ്ജ് ഹൗസ്, അങ്ങനെ കടക്കൽ ചിങ്ങേലി റോഡ്, അങ്ങനെ ചെറിയ ചെറിയ ആവശ്യം വന്നിട്ടുള്ള ഇത് എഴുതിയിട്ടുണ്ട് സാർ. അതിൻ്റെ ടൈ ആക്കി ആ കണക്ക് ലിസ്റ്റോട് വെക്കുന്നതായിരിക്കും നല്ലത്. വലിയ തുകയുടെ എല്ലാ തുക നോക്കിയാൽ വെക്കാം സാർ. പിന്നെ ഈ ചെറിയ ചില മേഖലയിലുള്ള വ്യത്യാസം വരുന്ന കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾ ക്ഷേമനിധിയുടെയും പെൻഷൻ്റെയാണ്. അത് ഞങ്ങൾ നോക്കിയിട്ട് ആ കാര്യങ്ങൾ ചെയ്തോളാം സാർ. അപ്പോൾ ഇതാണ് സാർ പൊതുവിൽ വരാനുള്ളത്. ഏറ്റവും മേജറായിട്ടുള്ള ഇപ്പം ഒരു കാര്യം കൂടി പറഞ്ഞാൽ, മരം കയറ്റ തൊഴിലാളികൾ വീണ് പരിക്ക് പറ്റി കിടക്കുന്ന മരിച്ചു പോകുന്ന ആളുകളുണ്ട്. അവരുടെ ഇപ്പോൾ 2 ലക്ഷം രൂപയുണ്ട് സാർ. അതും കാലോചിതമായി വർദ്ധിപ്പിക്കേണ്ടത്. അതും നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് നടപടി സ്വീകരിക്കാം സാർ. ലംസം ഗ്രാൻറ്റിൻ്റെയാണ് സാർ മേജറായിട്ടുള്ള അനൗൺസ്മെൻറ്റ് വരുന്നത്. 10% എന്ന് പറഞ്ഞാൽ വലിയൊരു തുക വരുന്നതാണ്. അത് 10% അവിടെ ആ വർധന സാർ വരും സാർ. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ ഈ ചർച്ച വന്ന ഡിവിഷൻ സെൻറ്ററോ ചെറിയ പിന്നെ ഈ പ്രായമുള്ളവരെ നോക്കുന്ന സെൻറ്ററിലെ പണവും അതൊക്കെ ഇതിനകത്ത് എല്ലാം വന്നിട്ടുണ്ട് സാർ. പിന്നീട് ഈ കെ എം മാണി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനത്തിന് 2 കോടി രൂപയും, പാലായിലെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് 6 കോടി രൂപയും, പാലാ ഇൻഫോസിറ്റിക്ക് 7.5 കോടി രൂപയും എന്ന നിലയിലേക്ക് പണം വെക്കുന്നുണ്ട്. കശുവണ്ടി മേഖലയിൽ 10 കോടി രൂപ പിന്നെ അവിടുത്തെ കശുവണ്ടി മേഖലയിലെ പുതിയ തൊഴിൽ ഫെസിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുപോലെ സാർ ഒരു കാര്യം കൂടി മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. പുതിയ സംരംഭകർ വരുന്നുണ്ട് SC/ST മേഖലയിൽ. അവർക്ക് കുറച്ച് പണം വെച്ചിട്ടുണ്ട്. അവർക്കൊരു ഇൻട്രസ്റ്റ് സബ്സിഡി 5% കൊടുക്കുന്നത് നന്നാവും. കാരണം പുതിയ SC/ST മേഖലയിലെ സംരംഭകരാകുമ്പോൾ അവർക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സഹായം വേണ്ടി സാർ. ഇത്രയും കാര്യങ്ങളാണ് പൊതുവിൽ വന്ന ചർച്ചയുടെ ഭാഗമായിട്ട് വരുന്നത് സാർ. ഇതിൻ്റെ കണക്ക് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഇതിനകത്ത് തന്നെ കണക്ക് വന്നിട്ടുള്ള സാർ. നമ്മുടെ ഈ രോഗം ഹിമോഫീലിയ രോഗികൾ ഉൾപ്പെടെയുള്ള ഒരു സ്കീമാണ്. കെയർ എന്നാണ് പദ്ധതിയുടെ പേര്. അതിന് പണം ഇപ്പം ഈ വർഷം വെച്ചിരുന്ന പണം തീർന്നു. അപ്പം അടിയന്തരമായിട്ട് വേണം 30 കോടി രൂപ വലിയ ചിലവ് വരുന്ന ചികിത്സ 30 കോടി രൂപ അതിനകത്ത് വെക്കുന്നുണ്ട്. നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട് സാർ. ഇത്രയും കാര്യങ്ങളാണ് സാർ. ഇതിൻ്റെ ടൈയുടെ ലിസ്റ്റും ഈ ലിസ്റ്റും കൂടി ഇവിടെ സബ്മിറ്റ് ചെയ്യാം സാർ. ഓർഡർ 2026-2027 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ മേൽ പൊതുചർച്ച ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ സഭാചട്ടങ്ങളിലെ ചട്ടം 142 പ്രകാരം പൊതുചർച്ച പൂർത്തിയാകുന്നതോടുകൂടി ബഡ്ജറ്റിലെ ധനാഭ്യർത്ഥനകളെ ബന്ധപ്പെട്ട സബ്ജക്റ്റ് കമ്മിറ്റികളുടെ പരിഗണനയ്ക്ക് റിപ്പോർട്ടിനുമായി റഫർ ചെയ്യപ്പെടുന്നതാണ്. അതത് സബ്ജക്റ്റ് കമ്മിറ്റികൾ യോഗം ചേരേണ്ടത് സംബന്ധിച്ച് ഷെഡ്യൂൾ സർക്കുലേറ്റ് ചെയ്യുന്നതാണ്. 2026 ഫെബ്രുവരി 6 തീയതി മുതൽ ആരംഭിക്കുന്ന സബ്ജക്റ്റ് കമ്മിറ്റി യോഗങ്ങളിൽ എല്ലാ അംഗങ്ങളും കൃത്യമായി പങ്കെടുക്കുകയും തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമിതിയിൽ ചർച്ച ചെയ്യണമെന്നും ചെയർ അഭ്യർത്ഥിക്കുന്നു.